പ്രിയമുള്ളവരെ, കേരളീയം 2023 ഭാഗമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടെ കേരള സംസ്ഥാന സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന കലാലയ കാവ്യോത്സവം യൂണിവേഴ്സിറ്റി കോളേജ് മെയിൻ വേദിയിൽ ആരംഭിക്കുന്നു. കേരളീയം 2023 ഭാഗമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടെ കേരള സംസ്ഥാന സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന കലാലയ കാവ്യോത്സവം യൂണിവേഴ്സിറ്റി കോളേജ് മെയിൻ വേദിയിൽ ആരംഭിക്കുകയാണ്. പരിപാടി ആരംഭിക്കുകയാണ്. ഈ കവിസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കവികളും വേദിയിൽ വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടകനായ ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ, സോമൻ കടലൂർ, ചായം ധർമ്മരാജൻ, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ആര്യ ഗോപി, സുധീഷ് കോട്ടയമ്പ്രം, ഗംഗാദേവി, അൽത്താഫ് പതിനാറുങ്കൽ, അനസ് ബൊയ്തീൻ, ശ്രീജയ CM, രേഷ്മ C, ഹസ്ന ജഹാൻ, ജീവൻ, അനഘ A, സൂര്യ K, ജിഷ്ണ P, മദീന PS. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ പേരും പെരുമയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള കേരളീയം എന്ന അതിഗംഭീരമായ പരിപാടിയുടെ 6ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ ഈ പ്രധാന വേദിയിൽ കലാലയ കവി സമ്മേളനമാണല്ലോ നടക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കവികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്യാമ്പസ് കവിതയ്ക്ക് അത്യുജ്വലമായ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിച്ചത് DJ പാർട്ടിയൊന്നും ആയിരുന്നില്ല. അന്ന് DJ പാർട്ടി ഉണ്ടായിരുന്നില്ല. അന്ന് കവിതകളായിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും കുരീപ്പുഴയുടെയും ഒക്കെ കവിതകൾ പാടി അതിനെ ലഹരിയാക്കി കൊണ്ടു നടന്ന വലിയൊരു ആവേശമുണർത്തുന്ന അനുഭവമുള്ള തലമുറകൾ നമ്മുടെ ക്യാമ്പസിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അന്ന് കവിത എഴുതുക എന്നുള്ളത് ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. കാലം മാറി, കവിത മാറി, ലോകം മാറി, ക്യാമ്പസ് മാറി. ഇന്ന് ക്യാമ്പസുകളിൽ കവിതയ്ക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന കാര്യം തീർച്ചയായും ക്യാമ്പസിൽ കഴിയുന്ന എല്ലാവർക്കും അറിയാം. കവിതയിൽ പഴയതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന കാര്യവും ക്യാമ്പസിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഒരുപാട് കുട്ടികൾ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും പഴയകാല കവിതകളിൽ നിന്നും പല വ്യത്യാസവും അവയ്ക്ക് ഉണ്ടാവാം. ഏതായാലും കേരളീയത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ച കാര്യം ഇത്രയുമാണ്. ഇന്ന് എല്ലാ വിഭാഗങ്ങളും ചിതറി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരേ പ്രായക്കാർ മാത്രം സംസാരിക്കുന്ന, അവർ മാത്രം കൂടിച്ചേരുന്ന ഒരു കാലം. പഴയകാലം അങ്ങനെയല്ല. പല പ്രായക്കാർ കൂടിച്ചേരുകയും അവരുടെ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ സമപ്രായക്കാർ മാത്രം കൂടിച്ചേരുകയും അവരുടേതായ ലോകം മാത്രം അവർ അറിയുകയും ചെയ്യുന്ന വളരെ വ്യത്യസ്തമായൊരു കാലമാണ്. അത് സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. എല്ലാ തലമുറകളും അവരുടെ ആശയങ്ങളും അനുഭവങ്ങളും കൈമാറണം. അതുകൊണ്ട് പഴയ കാലത്തെ ക്യാമ്പസ് കവികളും പുതിയ കാലത്തെ ക്യാമ്പസ് കവികളും ഒക്കെ സമ്മേളിക്കുന്ന ഒരു വേദി എന്ന നിലക്കാണ് ഇങ്ങനെയൊരു വേദി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കവികളെ തിരഞ്ഞെടുത്തതിന് ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായ കവികൾ. മറ്റൊന്ന്, ഇപ്പോൾ വിദ്യാർത്ഥികളായ കവികൾ. ഇവർ പരസ്പരം അവരുടെ കവിതകൾ വായിക്കുക, ആശയങ്ങൾ കൈമാറുക, പരിചയപ്പെടുക, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. രണ്ടു കൂട്ടർക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ കേരളീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഴുവനുമായ പരിപാടിയാണ്. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരുന്ന എല്ലാ ജില്ലകൾക്കും പ്രാതിനിധ്യം ഉണ്ടാവണം. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു മാനദണ്ഡമനുസരിച്ചാണ് കവികളെ തിരഞ്ഞെടുത്തത്. ഒന്ന്,
ഓരോ യൂണിവേഴ്സിറ്റിയിലും കഴിഞ്ഞ വർഷം കവിതാരചനയ്ക്ക് 1ാം സമ്മാനം കിട്ടുന്ന കുട്ടി, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുതൽ ഇങ്ങോട്ട് അതാണ് ഒരു മാനദണ്ഡം. രണ്ടാമത് കേരള സാഹിത്യ അക്കാദമിയുടെ കവിതാ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ. അങ്ങനെ വളരെ കൃത്യമായി തിരഞ്ഞെടുത്ത കവികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കിത് ആരംഭിക്കാം. ഈ കവി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നിരവധി വർഷത്തെ ക്യാമ്പസ് അധ്യാപന പരിചയമുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലും അതുപോലെ സമീപ കോളേജുകളിലൊക്കെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഏറെ പരിചിതനായ, കോളേജ് അധ്യാപകനായി വിരമിച്ച് ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എം സത്യൻ മാഷാണ്. സത്യൻ മാഷിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ക്യാമ്പസുകളെ ത്രസിപ്പിച്ച കവിതകൾ എഴുതിയ, ജെസ്സി പോലുള്ള കവിതകൾ എഴുതിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാറാണ്. ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കവിത അവതരിപ്പിക്കുന്നത് ഒന്ന് സോമൻ കടലൂരാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്കറിയാം, നമുക്ക് വളരെ സുപരിചിതമാണ്. പുതിയ കാലത്തെ കവിതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരാളാണ് സോമൻ കടലൂർ. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വിഭാഗത്തിൽ അധ്യാപകനായി വളരെ കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സ്വദേശിയാണ്. സോമൻ കടലൂരിന് എസ് നമ്പൂതിരി അവാർഡ്, KP കായലോട് അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിരവധി കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ശ്രീ സോമൻ കടലൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി ചായം ധർമ്മരാജനാണ്. ധർമ്മരാജൻ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഠിച്ച ആളാണ്. സാഹിത്യ അക്കാദമിയുടെ പഴയൊരു ക്യാമ്പിൽ ഞങ്ങൾ ഒന്നിച്ചൊരാഴ്ച തോന്നക്കലുണ്ടായിരുന്നു. ചായം ധർമ്മരാജൻ ഇപ്പോൾ നെടുമങ്ങാട് ഗവൺമെൻറ് കോളേജിലാണ് ജോലി ചെയ്യുന്നത്. നിരവധി കവിതാ സമാഹാരങ്ങൾ, അതീവ രാവിലെ ഉൾപ്പെടെ നിരവധി കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കിയ, നിരവധി പുരസ്കാരങ്ങൾ നേടിയ കവിയാണ്. ചായം ധർമ്മരാജനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി ബിജു ബാലകൃഷ്ണനാണ്. ബിജു ബാലകൃഷ്ണൻ അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനാണ്. നേരത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസറായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബിജു ബാലകൃഷ്ണനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു കവി ആര്യ ഗോപിയാണ്. പ്രശസ്ത കവി PK ഗോപിയുടെ മകളാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപികയാണ്. ആര്യ ഗോപിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി സുധീഷ് കോട്ടയംപ്രമാണ്. സുധീഷ് കോട്ടയംപ്രം കവി മാത്രമല്ല, ചിത്രകാരനും ചിത്രകലാ നിരൂപകനും കൂടിയാണ്. ഈ വിഷയത്തെക്കുറിച്ചെല്ലാം എഴുതുന്ന ആളാണ്. തൃപ്പൂണിത്തുറയിലെ RLV കോളേജിലെ ചിത്രകലാ അധ്യാപകനാണ്. സുധീഷ് കോട്ടയംപ്രത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അധ്യാപികയും പ്രശസ്ത കവിയുമായ ഗംഗാദേവിയാണ് കവിത അവതരിപ്പിക്കുന്ന മറ്റൊരാൾ. ശ്രീമതി ഗംഗാദേവിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവർ ക്യാമ്പസ് കവിതയെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ച ശേഷം അവരുടെ കവിതകൾ അവതരിപ്പിക്കും. ചെറിയ സമയത്തിനുള്ളിൽ 5 മിനിറ്റിനകം അവരുടെ അവതരണങ്ങൾ തീരും. പിന്നെ കവിത അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികളായ കവികളാണ്. ഒന്ന് അൽത്താഫ് പതിനാറുങ്കൽ, മലപ്പുറം ജില്ലയിലാണ്. പതിനാറുങ്കൽ സ്വദേശിയാണ്. മാതൃഭൂമി വിഷുപ്പതിപ്പിൻ്റെ 2021 കവിതാ മത്സരത്തിൽ സമ്മാനം നേടിയിട്ടുണ്ട്. യുവധാര പുരസ്കാരം നേടിയിട്ടുണ്ട്. അൽത്താഫ് പതിനാറുങ്കലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി അനസ് മൊയ്തീനാണ്. അനസ് മൊയ്തീൻ മലപ്പുറം കാളികാവ് സ്വദേശിയാണ്. ചെമ്മാട് ദാറുൽ ഹുദ കോളേജിൽ 1ാം വർഷ PG ഫിലോസഫി വിദ്യാർത്ഥിയാണ്. 2022 മാതൃഭൂമി വിഷുപ്പതിപ്പിൻ്റെ കവിത സമ്മാനം നേടിയിട്ടുണ്ട്. അനസ് മൊയ്തീനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് ശ്രീജയ CM. ശ്രീജയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ താവക്കര ക്യാമ്പസിൽ റിസർച്ച് ചെയ്യുകയാണ്. പൊതുകവിതയിലെ രൂപ വൈവിധ്യം എന്നുള്ളതാണ് വിഷയം. കാഞ്ഞങ്ങാട് സ്വദേശിനിയാണ്. 2022 മാതൃഭൂമി വിഷുപ്പതിപ്പ് കവിതാ മത്സരത്തിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പരസ്പരം മാസികയുടെ ദിവാകര പണിക്കർ പുരസ്കാരവും നേടിയിട്ടുണ്ട്. ശ്രീജയയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രേഷ്മ C. കണ്ണൂർ ജില്ലയിൽ
പെരുമ്പടവ് എന്ന സ്ഥലത്ത്, ഞങ്ങളുടെ പഞ്ചായത്താണ് പെരുമ്പടവ്, പെരുമ്പടവ് ആണ് സ്വദേശം. കോഴിക്കോട് NIT-യിൽ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഗവേഷണം നടത്തുകയാണ്, PhD ചെയ്യുകയാണ്. DC ബുക്സ് ഒരു പുസ്തകം ബോർഡർ ലൈൻ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രേഷ്മ CA സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി ഹസ്ന ജഹാനാണ്. ഹസ്ന ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള മരപ്പാലം സെൻറ്ററിൽ 3ാം വർഷ ഇൻ്റർനാഷണൽ റിലേഷൻസ് വിദ്യാർത്ഥിനിയാണ്. മലപ്പുറം പൊന്നാനി സ്വദേശിനിയാണ്. സാഹിത്യ അക്കാദമിയുടെ കവിതാ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹസ്ന ജഹാനെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി ജീവൻ ജിനേഷാണ്. കണ്ണൂർ ജില്ലയാണ് സ്വദേശം. കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കവിതാരചനയ്ക്ക് 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. അതുപോലെ 2019 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാ രചനയ്ക്ക് സമ്മാനം നേടിയിട്ടുണ്ട്. രാമനാട്ടുകരയിലെ ബാബു റാം പുരസ്കാരം നേടിയിട്ടുണ്ട്. അതുപോലെ CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസിലും സംസ്ഥാന സമ്മേളനത്തിലും കവിതാ രചനയ്ക്ക് 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിൽ 2ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയാണ്. അവിടെ കോളേജ് മാഗസിൻ എഡിറ്റർ കൂടിയാണ്. ജീവനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനഘ B.Ed വിദ്യാർത്ഥിനിയാണ്. തിരൂരിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ കവിതാ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. അനഘ എയെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കവി സൂര്യ K ആണ്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. മലപ്പുറം രാമനാട്ടുകര സ്വദേശിനിയാണ്. BSc ഫിസിക്സിന് പഠിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം കവിതാ രചനയ്ക്ക് 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. മറ്റൊരാൾ ജിഷ്ണ P ആണ്. രാമനാട്ടുകര സ്വദേശിയാണ്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 1ാം സമ്മാനം നേടിയിട്ടുണ്ട്. ഗവൺമെൻറ് ആർട്സ് കോളേജ് തൈക്കാട് അവിടെ ബയോടെക് വിദ്യാർത്ഥിനിയാണ്. ജിഷ്ണ P-യെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി മദീന PS. മദീന പുളിമാത്ത് സ്വദേശിനിയാണ്. ലോ അക്കാദമിയിൽ LLB 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം നേടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം കവിതാ രചനയ്ക്ക് 1ാം സമ്മാനവും ഈ വർഷം 2ാം സമ്മാനവും നേടിയിട്ടുണ്ട്. മദീന PS-നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സബ് എഡിറ്റർ ശ്രീരാജ് KV ആണ്. ശ്രീരാജിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പസ് കവിയരങ്ങിന് സാക്ഷികളാകാൻ, കവിതകൾ ആസ്വദിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും മറ്റ് സഹൃദയർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സത്യമാഷെ ക്ഷണിക്കുകയാണ്. ആദരണീയനായ കുരിപ്പുഴ ശ്രീകുമാർ, സോമൻ കടലൂർ, മറ്റ് വേദിയിലിരിക്കുന്ന കവി ശ്രേഷ്ഠരെ, നമ്മൾ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും സമയം വെട്ടിച്ചുരുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഖേദകരമായൊരവസ്ഥയുണ്ട്. കേരളീയത്തിൻ്റെ പൊതുപരിപാടിയുടെ ഭാഗമായിട്ട് 5 മണിക്ക് ഈ സ്റ്റേജിൽ മറ്റൊരു പരിപാടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ട് അപഹരിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു വെറും കവിയരങ്ങ് മാത്രമല്ല, ഒരു സംവാദം കൂടിയായിരുന്നു. ക്യാമ്പസ് കവിതകൾ പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തെത്തുമ്പോൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്നതായിരുന്നു നമ്മളുടെ വിഷയവും. ആ ഒരു ചർച്ചയ്ക്ക് ഇടമില്ലെങ്കിലും അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട 2-3 ആളുകൾ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 80കളിൽ ക്യാമ്പസിനെ പുളകം കൊള്ളിച്ചിരുന്ന ആളുകൾ, ക്യാമ്പസ് കവിത എന്ന് പറയുമ്പോൾ കുരിപ്പുഴയും കടമനിട്ടയും അല്ലെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നൊരു കാലത്ത് ക്യാമ്പസിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷവും അധ്യാപനം ക്യാമ്പസിലായപ്പോൾ ക്യാമ്പസിൻ്റെ കൂടെ നടന്നൊരു ആളെന്നുള്ള രീതിയിൽ അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ 2 വർഷം മുമ്പാണ് റിട്ടയർ ചെയ്തത്. പക്ഷേ പഴയ കാലത്തുനിന്ന് പുതിയ കാലത്തിൻ്റെ അനിവാര്യമായ മാറ്റമായിരിക്കാം, പക്ഷേ അത് അത്ര സുഖകരമായി തോന്നിയില്ല. സോമൻ തൻ്റെ പ്രസിദ്ധ കവിതയിൽ പറയുന്നുണ്ട്, യുവാവേ ഐ മിസ് യൂഡ. അതുപോലെ ക്യാമ്പസിലെ കവികളെ മിസ് യൂഡ എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മത്സരങ്ങളിൽ മാത്രം ജീവിക്കുകയും അതിൽ കവിത എഴുതുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് താനും. എന്നാൽ പൂർണ്ണമായ ഒരു ക്യാമ്പസിനെ ഇളക്കി മറക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു സംവാദമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 1.25 മണിക്കൂറേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറച്ചധികം സമയം ഉദ്ഘാടകൻ ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിക്കൊണ്ടും ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷനും ഈ വേദിയിലിരിക്കുന്ന എല്ലാ കവികൾക്കും എൻ്റെ പ്രിയപ്പെട്ട കോളേജ് വിദ്യാർത്ഥികളും മുതിർന്നവരുമായിട്ടുള്ള സദസ്യർക്കും ഏറ്റവും വിനീതമായ നമസ്കാരം. എന്നെ എന്തുകൊണ്ടാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിന് വിളിച്ചത് എന്ന് ഞാൻ ഓർത്തിരുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഇവിടെ വന്നപ്പോൾ ജിനേഷിൻ്റെ സ്വാഗത പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അദ്ദേഹം പറഞ്ഞു, വിവിധ സർവകലാശാല കലോത്സവങ്ങളിൽ കവിതാ മത്സരങ്ങളിൽ സമ്മാനിതരായ കവികളെ ഇതിൽ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പഠിക്കുന്ന കാലത്ത് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കവിതാരചനാ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ ഒരാളാണ്. അതാണ് എൻ്റെ യോഗ്യതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടങ്ങാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ഉദ്ഘാടനം ഒരു വ്യത്യാസപ്പെട്ട രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിക്കുക. നേരത്തെ ഇവിടെ ഒരു കവിസമ്മേളനം നടന്നു. മറ്റേ കവിസമ്മേളനങ്ങൾ ഇല്ലാത്തതുപോലെ ഇത് യുവത്വത്തിൻ്റേതായ ഒരു കവിയരങ്ങ് ആയതുകൊണ്ട് ഉറക്കെ സംസാരിച്ചുകൊണ്ട് ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുക. നിങ്ങളെന്ത് പറയുന്നു? എല്ലാവരും ബഹളം വയ്ക്കാൻ തയ്യാറാണോ? ബി എ റബൽ എന്നാണ് ഞാൻ എപ്പോഴും പുതിയ തലമുറയോട് പറയാറുള്ളത്. മഹാകവി വൈലോപ്പിള്ളി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് വേണ്ടി എഴുതിയത് നേരു തന്നെയാണ്, എൻ തല നോക്കൂ നാര് നാരായി നരച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് ചോര തുടിക്കും ചെറുകൈകളെ പേറുകവന്നി പന്തങ്ങൾ എന്നാണ്. അപ്പോൾ ഈ 4 വരി കവിതയും ഞാൻ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നുള്ള ഒരു കവിതയിൽ നമുക്കെല്ലാവർക്കും കൂടി ഈ കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്യാം. എന്ത് പറയുന്നു? സമ്മതിച്ചോ? ഇല്ലേ? ഈ മിമിക്രിക്കാർ പറയുന്നുണ്ട് ഇത്രയും ശബ്ദത്തിൽ കൈയടിച്ചാൽ പോരാ, ഉറക്കെ കൈയടിക്കണം. അപ്പോൾ എല്ലാവർക്കും കൂടെ ചൊല്ലാവുന്നൊരു കവിത. അതേത് കവിതയാണ്? അതിനൊരു ചെറിയൊരു വിഷയമുണ്ടല്ലേ. എനിക്കറിയാവുന്ന കവിത നിങ്ങൾക്കറിയണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കവിത എനിക്കറിയണമെന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും കൂടി അറിയാവുന്നൊരു കവിതയുണ്ട്. ആ കവിത ചൊല്ലിയാൽ ഇപ്പോൾ ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. അത് ടാഗോറിൻ്റെ ജനഗണമന എന്നുള്ള കവിതയാണ്. അത് പാടില്ല. സിനിമാ പാട്ടായാലും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? പഴയ പാട്ട് മാനസമൈനെ വരും എന്നുള്ള പാട്ട്. പക്ഷെ അതിനൊരു കുഴപ്പമുള്ളത് ആ പാട്ടിൻ്റെ മുഴുവൻ വരികളും എനിക്കറിയില്ല എന്നുള്ളതാണ്. പുതിയ പാട്ടായാലോ പാലാപ്പള്ളിയിൽ നിന്നുള്ള പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ അത് മൊത്തം എനിക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു കവിതാ ശാഖ എന്ന് പറയുന്നത് കേരളത്തിലെ നാടൻപാട്ടുകളാണ്. നമുക്കെല്ലാവരും ചേർന്ന് നാടൻപാട്ട് പാടിയാലോ? ഒരു നാടൻപാട്ട് ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ നാടൻപാട്ട് ചൊല്ലുന്നതിന് മുമ്പായിട്ട് ഒരു വായ്ത്താരിയുണ്ട്, താളമുണ്ട്. ആ താളം ഞാൻ പറഞ്ഞു തരാം, നിങ്ങളത് മനസ്സിൽ വെച്ചേക്കണം, പറയുകയും വേണം. ഞാനിങ്ങനെ പറഞ്ഞ് തീരുമ്പോൾ
നിങ്ങളിത് ഏറ്റു പറയണം. സമ്മതിച്ചല്ലോ? തുടങ്ങാം. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. ഇങ്ങനെയാണോ യുവതലമുറ ഉറക്കെ പറയണ്ടേ? നമുക്ക് നേരെ ഡൽഹിയിൽ പോയി പാർലമെൻറ്റ് ചുറ്റും നിന്ന് കൂവണ്ടേ ഉറക്കെ? അപ്പോൾ ആ ഒരു ധൈര്യത്തോടുകൂടി, ആ ഒരു വീര്യത്തോടുകൂടി ചൊല്ലണം. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. കൈയടിച്ച് ബേളം വെച്ച് പറയാമോ? തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. ഇതാണ് വായ്ത്താരി. ഞാനിങ്ങനെ പറയും: ചേറുകുത്തി വരംപെട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല്, ഹോയ് തമ്പുരാനില്ല വരമ്പേല് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര എന്ന് പറയും. സമ്മതിച്ചല്ലോ? തുടങ്ങാം. ഇങ്ങനെയാണ് ഉദ്ഘാടനം. ചേറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല്, ഹൊയ് തമ്പുരാനില്ല വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. ചേറുകുത്തി വരമ്പിട്ട കാലത്ത് തമ്പുരാനില്ല വരമ്പേല്, ഹൊയ് തമ്പുരാനില്ല വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. വെള്ളം ചവിട്ടി കുറച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല്, ഹൊയ് തമ്പുരാനില്ല വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. വിത്തു വരി വിതച്ചൊരു കാലത്തും തമ്പുരാനില്ല വരമ്പേല്, ഹൊയ് തമ്പുരാനില്ല വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. എൻ്റെ രാത്രി കാവല് നിന്നപ്പ തമ്പുരാനില്ല വരമ്പേല്, ഹൊയ് തമ്പുരാനില്ല വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. മുണ്ടകൻ ചുണ്ടുപഴുക്കണ കാലത്തിലേ കൊയ്യാറായി തമ്പുരാനുണ്ട് വരമ്പേല്, ഇപ്പൊ തമ്പുരാനുണ്ട് വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. 90,000 കൊയ്തുണ്ടു നിന്നപ്പോഴേ കൊടയൂടി തമ്പുരാനുണ്ട് വരമ്പേല്, ഇപ്പൊ തമ്പുരാനുണ്ട് വരമ്പേല്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തമ്പുരാൻ എൻ്റെ പിടിത്താള് കണ്ടപ്പോൾ പമ്പരം പോലൊരു കണ്ണുരുട്ട്, ഈ പമ്പരം പോലൊരു കണ്ണുരുട്ട്. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. തെയ്യത്തിനെന്തോന്താര തിത്തക തെയ്യത്തിനെന്തോന്താര. ആര് എഴുതി എന്ന് അറിയില്ലാത്ത ഈ നാട്ടുകവിത ചൊല്ലിക്കൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഈ യുവ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മലയാളത്തിലെ യുവകവിത വളരെ സജീവമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കിട്ടിയാൽ ഞാൻ ആദ്യം വായിക്കുന്നത് ഈ ബാലവന്തിയിൽ വരുന്ന കവിതകളാണ്, കുട്ടികൾ എഴുതിയ കവിതകളാണ്. അതിൽ മുതിർന്നവരുടേതായി വരുന്ന കവിതകളെ അപേക്ഷിച്ച് വളരെയധികം മഹത്വമുള്ളതും വളരെയധികം പ്രത്യേകതകളുള്ളതും വളരെയധികം ആത്മാർത്ഥതയുള്ളതും ഒരു കൃത്രിമത്വവും ഇല്ലാത്തതുമായ കവിതകളാണ് ഈ അവസാന പേജുകൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ആ തലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്, ആ തലമുറയാണ് ഇന്ന് ഇവിടെ കവിത വായിക്കുന്നത്. ഈ വായനയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബൃഹദാഖ്യാനങ്ങളുടെ ഒരു കാലം കഴിയുകയാണ്. കേരളത്തിൽ നീണ്ട കവിതകളുടെ ഒരു കാലം അവസാനിക്കുകയാണ്. നീണ്ട കവിതകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിലും പൊതുവേ നമ്മൾ കാണപ്പെടുന്നത് ചെറിയ ചെറിയ കവിതകളാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊരു കവിത കൊടുത്താൽ അതിൻ്റെ വായനക്കാരെങ്ങനെയാണ്? ചെറിയ കവിതയ്ക്കാണെങ്കിൽ കൂടുതൽ വായനക്കാരുണ്ടാകും. അത്രമാത്രം വേഗതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ വായിച്ചു തീർക്കണം. ചെറിയ കവിതയായിരിക്കണം, ഒരു നല്ലൊരു ആശയം ഉണ്ടായിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന എന്തെങ്കിലും ഒരു വികാരം അതിലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കണം തോന്നാറുള്ളൂ. വലിയ കവിതകൾ നമ്മൾ വായിക്കാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ കാവ്യ രീതി മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ പ്രണയ കവിതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പ്രണയ കവിതകളുടെ സമാഹാരങ്ങൾ തന്നെ ഒരു 10-12 ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് തന്നെ 12-ലധികം പ്രണയ കവിതാ സമാഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ യൗവനം പ്രണയത്തിൻ്റേതാണ്. യൗവനത്തിൽ പ്രണയിക്കാത്തവരില്ല, യൗവനത്തിൽ കവിത എഴുതാത്തവരും ഇല്ല. ആരെല്ലാം പ്രണയിച്ചിട്ടുണ്ടോ അവരെല്ലാവരും കവിത എഴുതിയിട്ടും ഉണ്ട്.
ഈ പ്രണയമിടയ്ക്ക് നിന്നു പോകുന്നതുകൊണ്ടാണ് അവരുടെ കവിത എഴുത്ത് നിന്നു പോകുന്നത്. അതുകൊണ്ട് പ്രണയമുള്ളവർ ജീവിതാവസാനം വരെ പ്രണയം തുടരുകയാണെങ്കിൽ ഈ കവിതയും നമുക്ക് തുടർന്ന് എഴുതാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതാവസാനം വരെ പ്രണയിക്കുക. ഇങ്ങനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പുതിയ കവികൾക്കും എല്ലാ യുവ സുഹൃത്തുക്കൾക്കും വളരെ സജീവമായിട്ട് ഈ രംഗത്ത് നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചില ചെറിയ നഗ്ന കവിതകൾ ഞാൻ ചൊല്ലുന്നു. ഒന്നാമത്തെ കവിത ചെരുപ്പ് എന്ന കവിത. 2 ജോഡി ചെരുപ്പുകളാണ് അയാൾക്ക് ഉള്ളത്. പുറത്തണിയാൻ മതേതര ചെരുപ്പ്, അകത്തിടാൻ മതച്ചെരുപ്പ്. മറ്റൊരു കവിത അതിരാത്രം. 1-ാം അതിരാത്രം കഴിഞ്ഞപ്പോൾ സുനാമി വന്നു. ഡെങ്കിപ്പനിയും എലിപ്പനിയും പന്നിപ്പനിയും ചിക്കൻ ഗുനിയയും വന്നു. 2-ാം അതിരാത്രം കഴിഞ്ഞപ്പോൾ എൻഡോസൾഫാൻ ദുരിതം പൂർണ്ണമായി. വരുന്നുണ്ട് അടുത്ത അതിരാത്രം. മാരേജ് ബ്യൂറോ. പള്ളിക്കല്യാണം. ആകാശത്തേക്ക് നോക്കി പുരോഹിതൻ പറഞ്ഞു, വധൂവരന്മാരെ കണ്ടെത്തിയതും കൂട്ടിയോജിപ്പിച്ചതും ദൈവമാകുന്നു. സദസ്സിൻ്റെ പിൻനിരയിലിരുന്ന് ഒരാൾ ഊറി ചിരിക്കുന്നുണ്ടായിരുന്നു. മാരേജ് ബ്യൂറോ നടത്തുന്ന ജോർജ് കുട്ടിച്ചായൻ. അശ്വമേധം എന്ന നഗ്ന കവിത. കുതിരേ കുതിരേ, ലണ്ടൻ കണ്ടോ? ഇല്ല. ഏഥൻസ് കണ്ടോ? ഇല്ല. ടോക്കിയോ? ഇല്ലേ ഇല്ല. എങ്കിലും രാമൻ്റെ കുതിര ലോകം ചുറ്റി വന്നു, വിജയശ്രീലാളിതനായി തന്നെ. മുത്തച്ഛൻ എന്ന നഗ്ന കവിത. മരിച്ചുപോയ മുത്തച്ഛന് കഴിക്കാൻ ചോറുരുട്ടി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അതാ ഓടിപ്പോകുന്നു 4 കാലും വാലുമുള്ള നായ മുത്തച്ഛൻ. പാരായണം എന്ന നഗ്ന കവിത. 7 ദിവസം തുടർച്ചയായി ദേവീ ഭാഗവതം പാരായണം ചെയ്തു. ദേവീക്ഷേത്ര നടയിൽ തന്നെ. ഫലം ഉടനെ കിട്ടി, തൊണ്ട പോയി കിട്ടി. ബർമുഡ എന്ന നഗ്ന കവിത. മുണ്ട് വലത്തോട്ടുടുത്തുകൊണ്ട് പാകിസ്ഥാൻ മുക്കിലൂടെ പോയാൽ തല്ല് കിട്ടും. ഇടത്തോട്ടുടുത്തുകൊണ്ട് ഗുജറാത്ത് മുക്കിലൂടെ പോയാലും തല്ല് കിട്ടും. അങ്ങനെയാണ് ആ പാവം മുണ്ടുപേക്ഷിച്ച് മനുഷ്യനായത്. ആരാധകരെ അതിലെ. ആരാധകർ അധികമായാൽ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദൈവത്തിനാണ്. ദൈവം ഇന്നേ വരെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. ക്ഷേത്രപ്രവേശനം. വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും CCTVയും ഒളിക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിൻറ്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ. ബോർഡ് നോക്കൂ, അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല. ചുടലമരം. തെങ്ങും തേങ്ങയും കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബുദ്ധിമാനായ മകൻ അച്ഛൻ്റെ കുഴിമാടത്തിൽ നട്ടു ഒരു റബ്ബർ തൈ, ചുടല റബ്ബർ. വാൽനരൻ. വാനരന്മാർ മനുഷ്യവേഷം കെട്ടിയിരിക്കുന്നു. നോക്കൂ, ഹനുമാൻ നമ്പൂതിരി, ബാലി നായർ, സുഗ്രീവനാചാരി, താരാവാര്യർ, ജാമ്പവാൻ കുറുപ്പ്. കൂലി. മരിച്ചവരുടെ കോന്തലയിൽ കടത്തുകൂലിയായി നാണയം കെട്ടിവച്ചാൽ പോരാ. പരലോകത്തേക്കുള്ള കടവിലെല്ലാം പാലമായി കുറേ ഗാന്ധിത്തലകൾ കൊടുത്തയക്കണം ടോള് കൊടുക്കാൻ. പുയ്യാപ്ല എന്ന നഗ്ന കവിത. 8-ാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാൾ വന്നു. ഒട്ടകവിയർപ്പിൻ്റെ സുഗന്ധം, താടി, തലേക്കെട്ട്, നെറ്റിയിൽ ചെമ്പുതൊട്ട്. ഉമ്മ പറഞ്ഞു പുയ്യാപ്ല, ബാപ്പ പറഞ്ഞു പുയ്യാപ്ല, കുഞ്ഞാമിനിയുടെ ഉള്ളു പറഞ്ഞു ഉപ്പുപ്പ ഉപ്പുപ്പ. പെണ്ണെഴുത്ത് എന്ന നഗ്ന കവിത. ചേട്ടാ, ഞാനിന്ന് ഒരു ചെടി നട്ടു. അയാൾ തടം നനച്ചു. ചേട്ടാ, ഞാനിന്ന് ഒരു പുതിയ കറി വെച്ചു. അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ, ഞാനിന്ന് ഒരു കഥ എഴുതി. അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. ഫോട്ടോഷോപ്പ്. കുയിലിൻ്റെ ചിറകിൽ കഴുകൻ്റെ തൂവലുകൾ. അയ്യങ്കാളിയുടെ കയ്യിൽ ഭഗവത്ഗീത, നാരായണ ഗുരുവിനെ കാവ്യവസ്ത്രം. ചരിത്രം തോറ്റു, ഫോട്ടോഷോപ്പ് ജയിച്ചു. ചിത്രങ്ങൾ. സ്വർണം കെട്ടിയ കല്യാണപ്പന്തലിൽ 2 ചിത്രങ്ങൾ. കെട്ടുപെണ്ണിനെ ഓട്ടക്കണ്ണുകൊണ്ട് പോലും നോക്കാത്ത ഗുരു. 16,008 ഭാര്യമാരുടെ നീലക്കാർ വർണ്ണൻ. അതിഥിയായി എത്തിയ സ്വാമി സമ്മാനിച്ചത് രാമൻ്റെ ചിത്രം. നവദമ്പതികളെ പിന്നെ ഞാൻ കണ്ടത് കുടുംബക്കോടതിയുടെ വരാന്തയിൽ. ഫോണിന്മേൽ കളി എന്ന നഗ്ന കവിത. ഫോണേട്ട എവിടെ? ഞാൻ കൊല്ലത്ത്. നീ എവിടെ? ഞാൻ കണ്ണൂര്.
രണ്ടുപേരും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. യുറീക്ക എന്ന നഗ്ന കവിത. ബാലികയെ ബലാത്സംഗം ചെയ്തവരിൽ 8 ഹിന്ദുക്കൾ, 6 മുസ്ലിങ്ങൾ, 4 ക്രിസ്ത്യാനികൾ. യുറീക്ക യുറീക്ക, മതസൗഹാർദ്ദം മതസൗഹാർദ്ദം. മതപ്രസംഗം. കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്നും പകർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയെടുത്ത കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗകൻ വൈദ്യുത വിളക്കിൻ്റെ ചോട്ടിൽ മൈക്കിന് പിന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി. ലൈക്ക് എന്ന നഗ്ന കവിത. 2 കാറ്, 20 ബസ്, 200 ബൈക്ക്. എല്ലാവരും കൂടി എങ്ങോട്ടാ? ഞങ്ങളുടെ സുഹൃത്ത് പക്കി ഇത്തിക്കരയുടെ കവിത ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇടാൻ പോവുക. എല്ലാവർക്കും നല്ല കാവ്യ ആസ്വാദനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ക്യാമ്പസിൽ പ്രത്യേകിച്ച് ഈ കലാലയ മത്സരങ്ങളിലൊക്കെ അമ്മ മലയാളവും ഒക്കെ പാടി നടക്കുന്ന ഒരു കാലം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം, സ്നേഹം. സോമൻ കടലൂർ നമ്മോട് സംസാരിക്കും. അതിനുശേഷം സോമൻ കവിതയും അവതരിപ്പിക്കും. മലയാളത്തിൻ്റെ പ്രിയ കവി, ഏറ്റവും പ്രിയങ്കരനായ കുരീപ്പുഴ, അധ്യക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രിയപ്പെട്ട സത്യമാഷ്, ദിനേഷ് കുമാർ എരമം, ചായം ധർമ്മരാജൻ, സുധീഷ് കോട്ടയമ്പ്രം തുടങ്ങി പ്രിയപ്പെട്ട എല്ലാവരും, ക്യാമ്പസ് കവികൾ ഉൾപ്പെടെ പ്രിയപ്പെട്ട എല്ലാവരും ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും ഹൃദയം കൊണ്ട് അഭിവാദ്യങ്ങൾ. ചെറുപ്പക്കാരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടൊരു കവിത എഴുതിയ ഒരാളാണ് ഞാൻ. പലപ്പോഴും ഇങ്ങനെയുള്ള വേദിയിൽ കുറ്റബോധത്തോടു കൂടിയാണ് നിൽക്കാറില്ല. കവിത എങ്ങനെയാണ്? നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, 4 ആൾ കൂടി നിർത്തും നിലവിലില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിൻ്റെ മൗനത്തിലില്ല, കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയിലില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു. സത്യമായും ഐ മിസ് യൂടാ, സത്യമായും ഐ മിസ് യൂടാ. ഇത് 10-15 കൊല്ലം മുമ്പ് എഴുതിയതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് ഗംഭീരമായിട്ടുള്ള തിരിച്ചടി കിട്ടിയിരുന്നു. ഞാനൊരിക്കൽ പുതിയ കാലത്തെ ഒരു കവിത പ്രചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കവിത ഇങ്ങനെയാണ്. പുഴു എന്നാണ് കവിതയുടെ പേര്. പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പൊന്നാടയാർത്താൻ ആദരിക്കാനും ഒന്നും തോന്നുന്നില്ല, ചവിട്ടിയരക്കാനും തോന്നുന്നു. അത് തിരിച്ചറിയുന്ന പുതിയ കാലത്തെ പുഴു പറയാണ്, ഞാനിങ്ങനെ അരിച്ചരിച്ചരിച്ച് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുച്ഛവും നിന്ദയും വെറുപ്പും അറപ്പും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഇതാണ് കവിത. ഈ കവിത പറയുക മാത്രമല്ല ചെയ്തത്, ഇതിനെ വ്യാഖ്യാനിച്ചു. മാഷന്മാരുടെ ഒരു കുഴപ്പം, ടീച്ചർമാരുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വരി കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാണ്ട് വ്യാഖ്യാനിക്കുക. പുതിയ കാലത്തെ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ വ്യാഖ്യാനം സഹിക്കൂല. പക്ഷെ അത് തിരിച്ചറിയാതെ ഞാൻ വ്യാഖ്യാനിച്ചു. ഇന്നത്തെ പുഴുക്കളാണ് നാളത്തെ പണവും പദവിയും പ്രതാപമൊക്കെ അറച്ചു വരുന്ന ഗംഭീരമായ ചിത്രശലഭമായി തിരിച്ചു വരുന്ന ഇന്നത്തെ പുഴുക്കളാണെന്ന് പറഞ്ഞു തീരുമ്പോഴെന്താണ് ഏറ്റവും പിറകിൽ നിന്ന് വരുന്നത്, സർ എല്ലാ പുഴുക്കളും ചിത്രശലഭാകൂല. അവൻ പറഞ്ഞത് ശരിയാണ് തെറ്റെന്ന് വെച്ചാൽ നമുക്കറിയാം, ശരിയാ പറഞ്ഞത്. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചു ഇതേതാ ക്ലാസ് എന്ന് ചോദിച്ചു. ഇത് സയൻസ് ക്ലാസ്സാണ്, നിങ്ങൾ ഒരു പരിപാടി ഇവിടെ നടക്കൂല, നിങ്ങളെ കവിത ഇവിടെ നടക്കൂല, നിങ്ങളെ സാഹിത്യം ഇവിടെ നടക്കൂല, നിങ്ങളെ ഫിലോസഫി ഇവിടെ നടക്കൂല, ഞങ്ങൾ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ആൾ. പക്ഷേ എനിക്കുണ്ടായ ദേഷ്യങ്ങൾ ആലോചിക്കുക. 10-60 കുട്ടികളെ മുമ്പിൽ വെച്ച് അവരുടെ 120 കണ്ടുകളിങ്ങനെ അതിനെ പരിഹാസത്തോടെ നോക്കുന്നു. ഇയാൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കവിത പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ ചവിട്ടി വരച്ചില്ല. ഇപ്പം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. അവനും പേടിയാന്ന് എനിക്കും പേടിയാണ്. ആരെ അടിക്കും എന്നറിയില്ല. ഞാൻ അടിച്ചാൽ അവൻ ഉറപ്പായിട്ട് എന്നെ അടിക്കും. അപ്പോൾ അടുത്തേക്ക് പോകുന്നതോറും ഞാൻ എൻ്റെ KSF കുറി ആലോചിച്ചു, എൻ്റെ ശമ്പളമൊക്കെ ആലോചിച്ചു. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അവനോട് പറഞ്ഞ്, മോൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒഴിഞ്ഞു. പക്ഷെ അവനോട് ഞാൻ സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞ്, ചില പുഴുക്കൾ പുഴുവായി ജനിക്കും, എന്നിട്ട് പച്ചിലേക്ക് തിന്നും, പ്യൂപ്പാരൂപത്തിലേക്ക് മാറും. കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് വർണ്ണച്ചിറകമായി സൂര്യപ്രകാശത്തിലേക്ക് പോകുന്ന ചിത്രശലഭങ്ങളാകുന്ന പുഴുക്കളുണ്ട്. പിന്നെ ഇവൻ്റെ മുഖത്ത് പോയിട്ട് പറയുന്നത് ചില പുഴുക്കളുണ്ട് പുഴുവായി ജനിക്കും, എന്നിട്ട് ഓടയിലൊക്കെ ഇങ്ങനെ ജീവിക്കും, അങ്ങനെ കടന്നു പോകുന്നു പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ക്ഷോഭിച്ച് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പിന്നാലെ വന്നു, സാർ അതെനിക്കിട്ടൊന്ന് വെച്ചേലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് സംശയവും, 60 കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കേണ്ട ഒരു കവിത പറഞ്ഞ സമയത്ത് അതിനെ ചവിട്ടി വരച്ചില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ പറയാം, സാർ ആ കവിതേൻ്റെ അർത്ഥം ആർക്കാണ് മനസ്സിലാത്തത്? നിങ്ങൾ ഇന്നത്തെ പുഴുക്കൾ നാളെ ചിത്രശലവും, ഇന്നത്തെ ഞങ്ങൾ നാളെ IAS ഓഫീസർ IPS ആവും, ഇതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്തെങ്കിലും വ്യാഖ്യാനിച്ച്
നിങ്ങളിങ്ങനെ കവിതയിൽ മുന്നേറുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പറയണ്ടേ? ഇവിടെ സ്വാതന്ത്ര്യമില്ല, ഇവിടെ ജനാധിപത്യമില്ല, ഇവിടെ മതേതരത്തിലെ ഗംഭീരമായ പ്രസംഗമാണ്. ഇപ്പോൾ ക്യാൻറ്റീൻകാരനോട് ഞാൻ പറഞ്ഞു, ഇവനും ഒരു കട്ടൻ ചായ കൊടുത്തേക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയാണ് കവിതയോട് പുതിയ കാലത്ത് പ്രതികരിക്കുക എന്ന് ഒരു തരത്തിലും മനസ്സിലാകത്തില്ല. ഒരിക്കലും ഞാൻ കുഞ്ഞിൻ്റെ മാഷ്ടേ എല്ലാവർക്കും അറിയുന്ന ഒരു കവിത വെറുതെ പറഞ്ഞു വെക്കുന്നത്, വായനയെ പറ്റിയുള്ള കവിത എല്ലാവർക്കും അറിയില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് പറഞ്ഞിട്ട് എന്നോട് തെറ്റിപ്പോയി. അവസാനത്തെ വരി ആദ്യമായിപ്പോയി, ആദ്യത്തെ വരി അവസാനമായി. ഇപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞ് നിർത്തി സാർ എന്ന് പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിൻ്റെ വളരെ സങ്കീർണമായിട്ട് എഴുതിയ, നിങ്ങൾക്കാണെങ്കിൽ അത് പറയാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. 2 വരിയാക്കി പറഞ്ഞുതരാം. അവൾ പറഞ്ഞെന്താണെന്നറിയോ? വായിച്ചാൽ വസന്തം, വായിച്ചില്ലെങ്കിൽ ദുരന്തം പോരെയെന്ന് ചോദിച്ചു. വായിച്ചാൽ ഒരാൾ വായിച്ച് വസന്തകാലത്തിലേക്ക് വന്നു, മറ്റൊരാൾ വായിക്കാത്ത ആൾ ദുരന്തകാലത്തേക്ക് വന്നു. കുഞ്ഞുണ്ണി മാഷ് എഴുതിയതിനേക്കാൾ അപ്പുറത്തുള്ള കവിത നിമിഷ നേരം കൊണ്ട് ക്ലാസ്സിൽ പ്രചണ്ഡമായി പ്രചലിതമായി. അതുകൊണ്ട് ഏത് സന്ദർഭത്തിൽ കവിതയിടങ്ങൾ എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ ആഴ്ചപ്പതിവുകൾ, നമ്മുടെ പുസ്തകങ്ങളിലോ ഒന്നുമല്ല. നമ്മുടെ ചൊൽക്കവിതകൾ, കുരീപ്പുഴ ഉൾപ്പെടെ, ബാലേന്ദ്രൻ ഉൾപ്പെടെയുള്ള നമ്മുടെ വലിയ കവികൾ, ചൊൽക്കവിതകൾ, അതെല്ലാം നിൽക്കുന്നത്. മറിച്ച് എല്ലാ പുതിയ വ്യവഹാര മണ്ഡലങ്ങളും പുതുകാലത്തെ കവിതകൾ പാഞ്ഞു കയറുകയാണ്. ഒരു നോട്ടീസിൽ, ഒരു അധ്യാപകനെ സഹായിക്കാനുള്ള നോട്ടീസിൽ ഒരു വരി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കാരണം പൊതുവെ അത്ര പൈസ കിട്ടില്ല എന്ന് തോന്നിയ സമയത്ത് ഒരു കവിതയാണ് വെച്ച്, 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയത്തും എപ്പോൾ മരിച്ചു കിടക്കും, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. ഇങ്ങനെ ഒരു നോട്ടീസിൽ, ഒരു ലഘുലേഖയിലൊക്കെ എന്താണ് പ്രത്യക്ഷപ്പെടുക. കുരീപ്പുഴ മാഷ് എന്താണ് എല്ലാ ദിവസവും ഇന്ന് വായിച്ച കവിത എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ, ലോകത്ത് കവിതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ ഒരാൾ ഒരു കവിതേനെ, പുതിയ കാലത്ത് ഒരു കവിതേനെ വായിച്ചത് ഇങ്ങനെയാണ്. കവിത ഇതാണ്: നീ മരിച്ചാൽ എന്നുള്ളതാണ്. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിൻ്റെ വീട്ടിൽ എത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇതാണ് കവിത. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു 10-80 വയസ്സുള്ള ഒരാൾക്ക് ന്യൂ ജനറേഷൻ കവിത അറിഞ്ഞൂടാ, ഇൻസ്റ്റാഗ്രാം അറിഞ്ഞൂടാ, വാട്സപ്പ് അറിഞ്ഞൂടാ, ഫേസ്ബുക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഈ കവിതയിലെ അവസാനത്തെ വരി അദ്ദേഹത്തിന് ഇഷ്ടമാണ്. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മരിച്ച വീട്ടിൽ പോകാൻ പേടിയാണ്. ഒരു മരിച്ച വീട്ടിൽ അയാൾ പോകാറില്ല, പോയാൽ തന്നെ സുഹൃത്തിനെ കാണാറില്ല. എന്തൊരു നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം ബാബുവേട്ട, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം റഷീദ്ക്ക, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഞാൻ അയാളോട് പോയിട്ട് പറഞ്ഞ്, ഇതല്ല അതിൻ്റെ അർത്ഥം, ഇത് സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ്, ഇത് ബന്ധത്തെക്കുറിച്ചുള്ള കവിതയാണ്, ഇത് ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ്. അന്നേരം അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറയാം, ഇങ്ങനെയും വായിച്ചൂടെയെന്ന്. അങ്ങനെയും വായിച്ചൂടെ? കവിത എന്ന് പറഞ്ഞാൽ കവിയുന്നതാണ്. ഏത് മനുഷ്യൻ എവിടെയൊക്കെ ഉപയോഗിക്കും. ഇപ്പം നേരത്തെ ചായം ധർമ്മരാജൻ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഒരു കോളേജിലെ പ്രിൻസിപ്പള് അദ്ദേഹത്തിന് ചില കാര്യം പറയാനുണ്ട്. അപ്പോൾ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുക. അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയൊരു കവിതയാണ് അവിടെ എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട്, നമ്മുടെ ക്യാമ്പസ് കവിതയിൽ ടിജോ ഇല്ലിക്കലിൻ്റെ ഒരു കവിത, ഞാൻ ഒരുപാട് പുതിയ കാലത്തെ കവിതകളൊക്കെ അങ്ങനെ സ്വാംശീകരിക്കും. നേരത്തെ കുരീപ്പുഴ പറഞ്ഞ പോലെ ഏറ്റവും പുതുത് നമുക്ക് കിട്ടണമെങ്കിൽ ബാലഭക്തിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ കവിതയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ ഒരു കവിത എനിക്ക്, പെങ്ങളെക്കുറിച്ച് എഴുതാൻ പൊട്ടിയ സ്ലേറ്റ് കഷ്ണം മതി, പ്രണയനെക്കുറിച്ച് എഴുതാൻ പാതി പൊള്ളിയ ജീവിതം മതി, ഭാര്യയെക്കുറിച്ച് എഴുതാൻ ഒരു സിസേറിയൻ നിലവിളി മതി, അമ്മയെക്കുറിച്ച് എഴുതാൻ എനിക്കൊരു കവിത തന്നെ ആവണം, എങ്ങനെ വായിച്ചാലും അർത്ഥം ഇരട്ടിക്കുമല്ലോ. അമ്മയെക്കുറിച്ച് എഴുതാൻ എനിക്കൊരു കവിത തന്നെയാവണം, എങ്ങനെ വായിച്ചാലും അർത്ഥം ഇരട്ടിക്കുമല്ലോ. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഭിഷേകിൻ്റെ ഒരു കവിതയുണ്ട്, ഇനി നമുക്ക് ഉള്ളികളായി ജനിക്കാം, വെട്ടി അരിയുന്നവരുടെ കണ്ണ് നനയിക്കാൻ അതുമാത്രമേ മാർഗമുള്ളൂ. ഇനി നമുക്ക് ഉള്ളികളായി ജനിക്കാം, വെട്ടി അരിയുന്നവരുടെ കണ്ണ് നനയിക്കാൻ അതുമാത്രമേ മാർഗമുള്ളൂ. ജോയ് വടക്കുപാടിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ ഒരു മൂലക്കിരുന്ന എന്നെ പിച്ച് ചീന്തിയിട്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത്. ഉള്ളി, ഒരു തെറ്റും ചെയ്യാതെ ഒരു മൂലക്കിരുന്ന എന്നെ പിച്ച് ചീന്തിയിട്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത്. അതുപോലെ AK മോഹൻ്റെ ഒരു കവിതയുണ്ട്, ചെരുപ്പ്. ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് പുറത്തു വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ. ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് ദയവ് ചെയ്ത് പുറത്തു വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ. നമുക്ക് ചില പുതിയ കാലത്തെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇപ്പോൾ വീരാൻകുട്ടി മാഷ കവിത, ക്യാമ്പസ് കവിതകളെക്കുറിച്ച് പറയുന്ന സമയത്ത് വീരാൻകുട്ടി മാഷ കവിത തൊടാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഭൂമിക്കടിയിൽ
വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. അപ്പുറത്തെ മാവും ഇപ്പുറത്തെ പ്ലാവും നിങ്ങൾ എത്ര വേലി കെട്ടിക്കഴിഞ്ഞാലും, എത്ര മതിൽ കെട്ടിക്കഴിഞ്ഞാലും, എത്ര ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ താല്പര്യങ്ങളുടെയും വേലി കെട്ടിക്കഴിഞ്ഞാലും സ്നേഹം കൊണ്ട്, സൗഹാർദ്ദം കൊണ്ടെന്താണ് ഈ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന അപാരമായ. ഞാനൊരു ക്ലാസ് എടുത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, 40 കൊല്ലം പിന്നിലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഇവനേക്കാൾ 40 കൊല്ലം മുമ്പിലാണെന്നാണ് വയസ്സുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരാന്തയില്ലെന്ന് ഞാൻ പറഞ്ഞു വിശദീകരിക്കുന്നുണ്ട്. അപ്പം വിശദീകരിച്ചാൽ നിങ്ങളിപ്പോൾ ഇന്നത്തെ +2 ആണ്, അക്കാലത്ത് നിങ്ങളുടെ കാലത്തെ പ്രീ ഡിഗ്രി. ആ കാലത്ത് നിങ്ങൾ കോഴിക്കോട് ജില്ലയുടെ പുറത്തു പോകാൻ നിങ്ങൾ പേടിച്ചിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് പേടിച്ചിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കോളേജിൽ അഡ്മിഷൻ നേടിയത് അപ്പുറത്തെ കോളേജിൽ നല്ല ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടിയിട്ട് പോകാതിരുന്ന പേടി കൊണ്ടാണ്. അതവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയുന്നത് വെച്ചാൽ പക്ഷേ ഞങ്ങൾ സ്വപ്നം കാണുന്ന എവിടെയെന്നറിയാം, ഇന്ത്യ രാജ്യമൊന്നുമല്ല, കാനഡ, സ്വിറ്റ്സർലൻഡ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, എന്താ പറയുക, ഇംഗ്ലണ്ട്, എല്ലാ നാട്ടിലേക്കും ഞങ്ങൾ പോകണം. തിരിച്ചു വരും. തിരിച്ചു വരാത്ത പ്രവാസം സർ ആരംഭിക്കാൻ പോവുകയാണ്. അമ്പൈക്കനെ പോയിട്ട് മദാമേനെ കല്യാണം കഴിച്ച്, സായിപ്പിനെ കല്യാണം കഴിച്ച് അമ്പൈക്കനെ ഞങ്ങൾ പോകും. എന്നിട്ട് പോകുന്ന പോക്കിൽ പഴയൊരു കവിത, പഴയൊരു പാട്ടാണ് എന്നെ ആക്ഷേപിക്കേണ്ട. അവർ നാളികേരത്തിന് നാട്ടിലും എനിക്കൊരു നാഴിയിടങ്ങൻ മണ്ണിട് നിങ്ങൾ പാടിയാൽ മതി ഇട്ടാ, ഞാൾ പാടുന്ന പ്രശ്നമില്ല. ഈ പറയുന്ന നിങ്ങൾ ജാതി പറഞ്ഞുകൊണ്ട്, മതം പറഞ്ഞുകൊണ്ടൊക്കെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ കാലത്തെ ചെറുപ്പക്കാരൊക്കെ ഉപ്പും മുളകും നിറ സീരിയലിലെ ചെറുപ്പക്കാരനാണ് ഏറ്റവും അവരുടെ മാതൃകയായിട്ടൊക്കെ വരുന്നത്. ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് അവരോട് അറിയാം, എടാ നിങ്ങളെപ്പറ്റി ഒരു കഥയുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് അറിയാം, നിങ്ങളെപ്പറ്റി അതിനേക്കാൾ വലിയ കഥ ഞാൻ എടുത്തിട്ടുണ്ട്, അത് എടുപ്പിക്കരുന്നുണ്ട്. അച്ഛനെപ്പറ്റി, അമ്മയെപ്പറ്റി, പ്രിൻസിപ്പളെ പറ്റി, മാഷന്മാരെ പറ്റിയൊക്കെ കഥയായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവനെ വിശദീകരിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന ഒരു കഥയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അസലായിട്ട് അതുകൊണ്ട് ഈ 40 കൊല്ലം പിന്നിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയല്ല ഇവർ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ കാലത്തെ കവികൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത്ര എന്നെ സംസാരിച്ച് അധികം പ്രസംഗം എനിക്കറിയാം. അതുകൊണ്ട് ചെറിയ കവിത 1-2 കവിത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലൊന്ന് മിടുക്കർ. നിൻ്റെ മകൻ സെൻറ് തോമ ഇംഗ്ലീഷ് മീഡിയത്തിൽ, എൻ്റെ മകൾ വിവേകാനന്ദ വിദ്യാഭവനിൽ, അവൻ്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പാഠപുസ്തകം പങ്കിട്ട് ഒരു വിശപ്പ് വായിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂളിലെ അതിപ്പോഴും ഉണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ വാളും ശൂലവും കുരിശുമായി നമ്മുടെ മക്കൾ തെരുവിൽ കലുതുള്ളുമ്പോൾ നടുക്ക് വീണ് തടുക്കാൻ ഇവരെങ്കിലും മിടുക്കരാവട്ടെ. ഈ പൊതുവിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളെങ്കിലും മിടുക്കരാവട്ടെ. ഇവരാണ് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിൻ്റെ ക്യാമ്പസുകളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയക്കാരെ അവരെക്കാൾ വലിയ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇവരുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് അരിയലിൻ്റെ ഒരു കവിത ഉണ്ട്. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കലല്ല ആത്മീയത, ചീറിപ്പായി ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നതിൻ്റെ ആയുസ് തിരികൂടി നീട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കലാണ്. അമ്പലം കാണുമ്പോൾ, ആരാധനാലയം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കൽ ആത്മീയത തന്നെയാണ്, ചെറിയ ആത്മീയത. പക്ഷെ തെരുവിൽ നിൽക്കുമ്പോൾ ചീറിപ്പായി ആംബുലൻസ് കാണുമ്പോൾ ബസ് സൈഡായി കൊടുക്കുന്നു, ലോറി സൈഡായി കൊടുക്കുന്നു, ബൈക്ക് സൈഡായി കൊടുക്കുന്നു, ജീപ്പ് സൈഡായി കൊടുക്കുന്നു. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒച്ച കേൾക്കുന്നവർ അതിനുള്ളൊരു മനുഷ്യനുണ്ട്. ഏത് ജാതിയാണെന്ന് അറിഞ്ഞൂടാ, ഏത് മതമാണെന്ന് അറിഞ്ഞൂടാ, ഏത് രാഷ്ട്രീയക്കാരെന്ന് അറിഞ്ഞൂടാ, ആണുങ്ങൾ പെണ്ണുങ്ങൾ അറിഞ്ഞൂടാ, പാവപ്പെട്ടവനോ പൈസക്കാരനെന്ന് അറിഞ്ഞൂടാ, ചെറിയ കുട്ടിയോ വയസ്സായ ആളോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ 1 മിനിറ്റ് മുമ്പ് 1 മിനിറ്റ് ഡോക്ടറുടെ കയ്യിലെത്തട്ടെ എന്നുള്ള പ്രാർത്ഥന പോലെ, പ്രവർത്തനം പോലെ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ആത്മീയത. അതുകൊണ്ട് ചിലപ്പോൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കവിതകളുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കവിത പറഞ്ഞ് അവസാനിപ്പിക്കാം. വിറച്ച് വിതുമ്പി വീട്ടാലിയിൽ, ചത്താമതി എന്ന് പ്രാഗി ചായ്പിൽ, വേദന കടിച്ചമർത്തി പൊന്തക്കാട്ടിൽ, ഇനി പോകാനിടമില്ലെന്ന് കരഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചില അമ്മമാർ ഇന്നും ഒരു വെറുതെ വഴിവെക്കൽ തള്ളി മക്കൾ കടന്നു കളഞ്ഞു. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. മാത്രമല്ല വയലാർ രാമവർമ്മയുടെ ഈ ഓർമ്മ തനിപ്പം കടന്നു പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ കുറച്ച് വരിയും എടുത്തിട്ട് ഒരു കവിത ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതി അമ്പയെ തള്ളും, ഭാര്യാസമേതനെ മടങ്ങും. ആദ്യത്തെ വരി കേട്ട് കഴിഞ്ഞാൽ യേശുദാസ് പാടിയ അമ്മയ്ക്ക് വേണ്ടി, വിശ്വാസമില്ലാത്ത വയലാർ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ പ്രേം നസീർ അഭിനയിച്ച ആ സിനിമയിലെ പാട്ടിലെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ആ വരി അതങ്ങനെ തന്നെ. പക്ഷേ ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതി അമ്മയെ തള്ളും, ഭാര്യാസമേതനെ മടങ്ങും. 250 അമ്മമാർ ഗുരുവായൂർ അമ്പലത്തിലുണ്ട്. അവർ ശ്രീകൃഷ്ണനെ കാണാൻ വന്നതല്ല, മറിച്ച് മഹാമാന്യന്മാരായ കേരളീയർ മക്കള് അമ്മമാരെ ഉപേക്ഷിക്കാൻ കണ്ട സ്ഥലം ബസ് സ്റ്റോപ്പ് പോലെ, റെയിൽവേ സ്റ്റേഷൻ പോലെ, പൊന്തക്കാട് പോലെ ആരാധനാലയങ്ങൾ കൂടി ആയിത്തീരുന്ന ഹിംസാത്മകമായ ഒരു കാലത്തെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കവികൾ അവരുടെ ആശയങ്ങൾ, അവരുടെ ഭാവനകൾ, അവരുടെ സ്വപ്നങ്ങൾ
കവിതകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമേയത്തിൽ, ഭാഷയിൽ, ആഖ്യാനത്തിലൊക്കെ വലിയ വിച്ഛേദം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുരീപ്പുഴ മാഷ കവിതയൊക്കെ വാക്കരിയുന്ന ഒരു അടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നത് എന്താണ് കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തൊക്കെ പാടി 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 ബാലചന്ദ്രൻ ചുള്ളിക്കാടിനൊക്കെ സമസ്ത പദങ്ങളുള്ള കവിതകളൊക്കെ പാടി പാടിയ ഒരു ക്യാമ്പസ് ഇപ്പോൾ സൂക്ഷ്മതയിലേക്ക്, അതിസൂക്ഷ്മതയിലേക്ക്, പുതിയ വിഷയങ്ങളിലേക്ക് എത്തിച്ചോന്നു. അത് തിരിച്ചറിയണമെങ്കിൽ ഈ ക്യാമ്പസ് കവികളുടെ പ്രഹരശേഷിയുള്ള പ്രചണ്ഡമായ കവിതയിലേക്ക് വരുന്ന ആ കവിതകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഇത്ര നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ചതിന്, കേട്ടല്ലോ, ഇത്ര നേരം എന്നെ സഹിച്ചതിന്, നിങ്ങൾ ഇരുന്നല്ലോ, ഇത്ര നേരം എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പാപ്പളോ നേരിട്ട് വരിയുണ്ട്. അറിയപ്പെടാത്ത മനുഷ്യന്മാരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി, അറിയപ്പെടാത്ത മനുഷ്യന്മാരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ നമ്മൾ പോകുന്നിടത്തൊക്കെ എന്താണ്, നമ്മുടെ ഈ സാഹോദര്യ ഭാവത്തോടുകൂടി 10 മിനിറ്റ് നിൽക്കാൻ അനുവാദം തന്ന ഈ കേരളീയത്തിൻ്റെ സംഘാടകരോട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിയങ്കരനായ കുരീപ്പുഴ മാഷ്ടെ സാന്നിധ്യത്തിൽ 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം, നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 5 മണിക്ക് അവസാനിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള ആളുകൾ സമയം വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ചായം ധർമ്മരാജ്. ഇനി നമുക്ക് 40 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് സംസാരം കുറയ്ക്കുന്നു. ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന സോമൻ മാഷ്, ഉദ്ഘാടകൻ കുരീപ്പുഴ സാർ, അതുപോലെ പ്രിയങ്കരായ കവി സുഹൃത്തുക്കൾ, പുതിയ തലമുറയിലെ കോളേജുകളുടെ വിവിധ കോളേജുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന മലയാള കവിതയിലെ യുവ പ്രതിഭകൾ, ഇവിടെ കവിത കേൾക്കാനിരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഈ കൂട്ടത്തിലിരിക്കുന്നതിൽ കോളേജിലെ അൽത്താഫ് പതിനാരങ്ങളിനെ എനിക്ക് കുറേ വർഷം മുമ്പ് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഏതോ വാരികയിൽ സമ്മാനം കിട്ടിയ സമയത്ത് വായിച്ചിട്ട് ഞാൻ ഒരു കത്തെഴുതിയത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. എന്നെ കണ്ട ഉടനെ പുള്ളിക്ക് തിരിച്ചറിയാനും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ കോളേജ് കവിതകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കവികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ അവരോടൊപ്പം ഒരു വേദിയിൽ അവസരം കിട്ടി, അല്ലെങ്കിൽ അവരോടൊപ്പം പങ്കിടാൻ കഴിഞ്ഞു എന്നുള്ളതും കുറച്ച് അഭിമാനകരമായ കാര്യമാണ്. പുതിയ തലമുറയിലെ വരുന്ന മലയാളത്തിൻ്റെ ഏറ്റവും ശക്തരായ സാന്നിധ്യമായി മാറാൻ പോകുന്ന ഈ ചെറുപ്പക്കാരോടൊപ്പം ആ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ഒരു ചെറിയ കവിത. ഇത് പച്ചക്കാലം എന്ന കവിതയാണ്. പച്ചക്കാലം, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും ഇപ്പോൾ പച്ച എന്നാണ്. ചായം ആണ് സ്ഥലം, എങ്കിലും ഞാൻ ഇപ്പോൾ താമസിക്കുന്ന പച്ചയിലാണ്. ഈ പച്ച വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയ സമയത്ത് എഴുതിയ ഒരു കവിതയാണ് പച്ചക്കാലം. മരിച്ചവർ ഒറ്റയടിക്ക് തിരിച്ചു വരുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കണം കൈവശാവകാശങ്ങൾ. മരിച്ചവർ ഒറ്റയടിക്ക് തിരിച്ചു വരുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കണം കൈവശാവകാശങ്ങൾ. പരേതർ പഴയ പാർപ്പിടങ്ങളായ തോട്ടരികത്ത് വീട്ടിലെയും കുന്നിൻപുറത്ത് വീട്ടിലെയും വയലരികത്ത് വീട്ടിലെയും ആറ്റരികത്ത് വീട്ടിലെയും പുത്തനെടുപ്പുകൾ സകലം എടുത്തെറിയും. മൊഴികളിലെ മുൾവിഷത്തെ മുച്ചൂടും ചാരമാക്കി തനിത്തങ്കമായതു തിരിച്ചു പിടിക്കും. മൊഴികളിലെ മുൾവിഷത്തെ മുച്ചൂടും ചാരമാക്കി തനിത്തങ്കമായതു തിരിച്ചു പിടിക്കും. വളവുകൾ നിവരും, കുനിവുകൾ എഴും, കുത്തനെ മുഴങ്ങും കാണാതെ പോയോരക്ഷരമണികൾ. വെട്ടനെ തിളങ്ങും മണ്ണടിഞ്ഞ മലയാള മലരുകൾ. കുത്തനെ മുഴങ്ങും കാണാതെ പോയോരക്ഷരമണികൾ. വെട്ടനെ തിളങ്ങും മണ്ണടിഞ്ഞ മലയാള മലരുകൾ. അരൂപികൾ അമരുകയാൽ സിംഹാസനങ്ങളിൽ ആരും ഇരിക്കില്ല. പരേതർ ഒന്നടങ്കം വന്ന് അതിരുകൾ അപ്രസക്തമാക്കും. ജീവിച്ചിരിക്കുന്നവരെ വെറും ന്യൂനപക്ഷമാക്കി അവർ ആഴിയും മലയും കാടും നാടും നിറഞ്ഞു പരക്കും. പരലോകത്തെ വിള്ളൽ ഭൂമി നിറയ്ക്കുമ്പോൾ കാണാതായ വാഴകൾ കദളി കാവേരി എന്നുണരും. കാണാതായ മരച്ചീനിക്കമ്പുകൾ കരിയില പൊതിയനെന്ന് കാറ്റിലാടും. സിമന്റും കമ്പിയും തിന്നു മരിച്ച തണ്ണീർത്തടങ്ങളുടെ ജഡങ്ങൾ പച്ച പിടിച്ചുയർക്കും. സിമന്റും കമ്പിയും തിന്നു മരിച്ച തണ്ണീർത്തടങ്ങളുടെ ജഡങ്ങൾ പച്ച പിടിച്ചുയർക്കും. വീഴും ഹാളും മാളും പ്ലാസയും പ്ലാസ്റ്റിക്കും. കുന്നിടിക്കും മഞ്ഞത്തേളിനെ അവരെടുത്തെറിയും. മണ്ണളക്കും ഭ്രാന്തൻ വണ്ടിനെ നിലംപരിശാക്കും.
കുന്നിടിക്കും മഞ്ഞത്തേളിനെ അവരെടുത്തെറിയും, മണ്ണളക്കും ഭ്രാന്തൻ വണ്ടിനെ അവരെടുത്തെറിയും. അങ്ങനെ അങ്ങനെ AD 2047 സ്വാതന്ത്ര്യ ജൂബിലി പിറ്റേന്ന് 10ാം ക്ലാസ്സുകാരനായ പുത്തൻ കവി വീണ്ടും എഴുതി വായിക്കും, പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം. തൊട്ടപ്പുറത്തെ അവൻ്റെ കൂട്ടുകാരി കൂട്ടി വായിക്കും, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. AD 2047 സുവർണ ജൂബിലി പിറ്റേന്ന് 10ാം ക്ലാസ്സുകാരനായ പുത്തൻ കവി വീണ്ടും എഴുതി വായിക്കും, പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി. തൊട്ടപ്പുറത്തെ അവൻ്റെ കൂട്ടുകാരി കൂട്ടി വായിക്കും, മലരണിക്കാടുകൾ മരതക കാന്തികൾ. ശോകം പൂക്കുന്ന മറ്റൊരു കാലത്ത് അഴിഞ്ഞു കിട്ടും ആ എഴുത്തിൻ്റെ പച്ചയായ അർത്ഥതലങ്ങൾ. ശോകം പൂക്കുന്ന മറ്റൊരു കാലത്ത് അഴിഞ്ഞു കിട്ടും ആ എഴുത്തിൻ്റെ പച്ചയായ അർത്ഥതലങ്ങൾ. ഓക്കെ, സന്തോഷം. ബിജു ബാലകൃഷ്ണൻ. വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ അധ്യക്ഷൻ സത്യൻ മാഷ്, കവിതയിലൂടെ നമ്മെ കൊണ്ടുപോയ കുരിപ്പുഴ മാഷ്, പ്രിയ സുഹൃത്ത് സോമൻ കടലൂർ മാഷ്, അതുപോലെ ചായം, ഇനിയും വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സിറ്റി കോളേജിൽ 2 പതിറ്റാണ്ട് മുമ്പ് ഒരു വിദ്യാർത്ഥിയായിരുന്ന നിമിഷത്തിൽ ഇവിടെ നിന്ന് തന്നെ പല കവിതകളും എഴുതാൻ എനിക്കും ഇത്തിരിയൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ കുട്ടികളോടൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പുകളാണ് എൻ്റെ മനസ്സിലേക്കും വരുന്നത്. ആ പഴയ കവിത പണ്ട് ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നപ്പോൾ എഴുതിയൊരു കവിത ഞാനിവിടെ ചൊല്ലുന്നു. കലാലയ കാവ്യോത്സവത്തിൽ എൻ്റെ നഷ്ടം എന്ന കവിത. നഷ്ടങ്ങൾ എത്രയോ നഷ്ടങ്ങൾ, ജീവിതം നഷ്ടക്കണക്കിൻ്റെ ശിഷ്ടം, ഇഷ്ടപ്പെടുന്നു നാം ആദ്യം, പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. നഷ്ടങ്ങൾ എത്രയോ നഷ്ടങ്ങൾ, ജീവിതം നഷ്ടക്കണക്കിൻ്റെ ശിഷ്ടം, ഇഷ്ടപ്പെടുന്നു നാം ആദ്യം, പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. കഷ്ടകാലങ്ങളിൽ കാണാതെ വന്നെങ്ങും നഷ്ടദുഃഖങ്ങൾ നിറച്ചും, ശിഷ്ടകാലങ്ങളെ കണ്ണീരിലാഴ്ത്തിയും ദുഷ്ടസ്മൃതികളേൽപ്പിച്ചും, മെല്ലെ മെല്ലെ കനലാഴങ്ങളിൽ തള്ളി ഉള്ളം വലിച്ചു പറിച്ചും, പൊട്ടിച്ചിരിക്കുന്ന ജീവിതപ്പച്ചയിൽ നഷ്ടക്കറുപ്പു കൂടുന്നു. ഇഷ്ടപ്പെടുന്നു നാം ആദ്യം, പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. അറിയാതെ ഒഴുകുന്ന വഴികളിൽ പിന്നെയും അഴൽ തെയ്യമാടി തിമിർത്തിടുമ്പോൾ, നിഴലുകൾ മാത്രമായി നീളുന്ന രാവിൻ്റെ തുഴയേന്തി നമ്മൾ അലഞ്ഞിടുന്നു. കഥകൾ പറഞ്ഞും കുണുങ്ങിച്ചിരിച്ചും വ്യഥകൾ മറക്കാൻ തുടങ്ങുമ്പോൾ, കഥകൾ പറഞ്ഞും കുണുങ്ങിച്ചിരിച്ചും വ്യഥകൾ മറക്കാൻ തുടങ്ങുമ്പോഴോർമ്മകൾ ഇരുൾ വഴികൾ പിന്നിട്ടു പിന്നെയും നീറുന്ന പകലിൻ പൊരുൾ മുഖത്തെറ്റിടുന്നു. ഇഷ്ടപ്പെടുന്നു നാം ആദ്യം, പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. കുന്നായ്മകൾ
കുട്ടിനെത്തുമ്പോഴൊക്കെയും മുന്നിൽ കിനാവെളിച്ചങ്ങളാകുന്നതും കന്നത്തിലും കുളിർ മുത്തമായി കരൾക്കൂട്ടിൽ കവിതയായി പെയ്തിറങ്ങുന്നതും കാലക്കലമ്പലിൽ ഊറിപ്പതഞ്ഞിടും കാമതീർത്ഥത്തിൻ ഉറവ പൊട്ടുന്നതും തെന്നലിനൊപ്പം ആകാശമേറുന്നതും മിന്നലായി തമ്മിൽ പിണഞ്ഞുലയുന്നതും ചിതൽ തിന്ന വേരിൽ ഉന്മാദമൊളിപ്പിച്ചു മധരങ്ങൾ അമൃതക്കുളിരുറുഞ്ചുന്നതും മൃതിയിലും ചേതന ചിറകടിച്ച് അഴലിൻ്റെ സ്മൃതി നീർക്കുടങ്ങൾ തുളുമ്പിയെത്തുന്നതും സ്വപ്നക്കുളിർ കാറ്റ് വീശി വന്നുള്ളിലെ സുപ്തമോഹങ്ങൾക്ക് നീർവീഴ്ത്തിടുന്നതും അലകളിൽ പൂത്തോരലിവിൻ്റെ അജ്ഞാത വലയങ്ങളിൽ വീണലിഞ്ഞ് തീരുന്നതും പൊള്ളുന്നൊരി കാലവേഗക്കലമ്പലിൽ തുള്ളുന്നു പിന്നെയും ഓർമ്മക്കളങ്ങളിൽ. ഇഷ്ടപ്പെടുന്നു നാമാദ്യം പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. നഷ്ടങ്ങൾ എത്രയോ നഷ്ടങ്ങൾ, ജീവിതം നഷ്ടക്കണക്കിൻ്റെ ശിഷ്ടം. ഇഷ്ടപ്പെടുന്നു നാമാദ്യം പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. നേരിൻ വഴികൾ ഇരുൾ മൂടിടുമ്പോഴി നേർമകൾ ഓർമ്മയാകുമ്പോൾ നേരറ്റ ജീവിത തീരങ്ങളിൽ നമ്മൾ നോവിൻ കഥകൾ ചൊല്ലുന്നു. മെല്ലെ ചിരിച്ചടുത്തെത്തി സ്വപ്നങ്ങൾക്കുമേൽ തീ തളിക്കുമ്പോഴെല്ലാം തെല്ലും തളർന്നു വീഴാതെന്നതൊക്കെയും അള്ളിപ്പിടിച്ചതോർക്കുന്നു. തമ്മിൽ പിടഞ്ഞ് പൊള്ളുന്ന മോഹങ്ങൾ, തമ്മിൽ പിടഞ്ഞു പൊള്ളുന്ന മോഹങ്ങളിന്ന് ഒരു നെരിപ്പോടു കൂട്ടുമ്പോൾ നഷ്ടങ്ങൾ ഒരുമിച്ചു ചുറ്റിപ്പിണഞ്ഞുള്ളിൽ അഗ്നിക്കടൽ തിളയ്ക്കുന്നു. നഷ്ടങ്ങൾ ഒരുമിച്ച് ചുറ്റിപ്പിണഞ്ഞ് ഉള്ളിൽ അഗ്നിക്കടൽ തിളയ്ക്കുന്നു. ഇഷ്ടപ്പെടുന്നു നാമാദ്യം പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. നഷ്ടങ്ങൾ എത്രയോ നഷ്ടങ്ങൾ, ജീവിതം നഷ്ടക്കണക്കിൻ്റെ ശിഷ്ടം. ഇഷ്ടപ്പെടുന്നു നാമാദ്യം പിന്നെ നഷ്ടക്കണക്ക് കൂട്ടുന്നു. പ്രിയപ്പെട്ട സത്യമാഷിനും അതുപോലെ തന്നെ പ്രിയ കവി ജനേഷ് കുമാർ രമം, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീരാജ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ നന്ദി കൂടെ അറിയിച്ചു നിർത്തുന്നു. ആര്യഗോപി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കലാലയ കാവ്യസന്ധ്യയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സന്തോഷമായി കരുതുന്നു. കോഴിക്കോട് സർവകലാശാലയുടെ ഇൻ്റർസോൺ മത്സരങ്ങളിൽ കവിതയ്ക്ക് സമ്മാനം നേടിയ ഒരു ഓർമ്മയൊക്കെ മനസ്സിലേക്ക് വരികയാണ്. കവിത എല്ലാ കാലത്തും ഒരു ന്യൂനപക്ഷത്തിൻ്റേതാണ്. അവരാണ് കവിതയെ എങ്ങനെ ആഘോഷമാക്കി കൊണ്ടു നടക്കുക. അത് അന്നും ഇന്നും ക്യാമ്പസുകളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞു വലുതാക്കിയ കവിതകൾ അതിലൊക്കെ അപ്പുറത്തേക്കുള്ള കവികളെയും തേടിപ്പോകുന്ന ഒരു ക്യാമ്പസ് നമുക്ക് ചുറ്റുമുണ്ട്. അത് ഫേസ്ബുക്കിനകത്തും പുറത്തും അല്ലെങ്കിൽ മുഖ്യധാരയ്ക്കകത്തും പുറത്തും പുതിയ കവിതകളും വഴികളും ഇങ്ങനെ തേടിപ്പോകുന്ന യുവജനങ്ങളെ നമ്മൾ നിത്യം കാണുന്നു. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ അതിങ്ങനെ ഒഴുകി പരന്നുകൊള്ളും, യാതൊരു വേവലാതിക്കും ഇട നൽകാതെ. അപ്പോൾ മലയാളം ഉള്ളിടത്തോളം കാലം ആ കവിതയും കവികളും ഈ കലാലയ അവരെ കുട്ടികളെന്ന് പോലും വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കവികൾ എന്ന് തന്നെ അവരെ അഭിസംബോധന ചെയ്യുകയാണ്. അവരുടെ കവിതകൾ കേൾക്കാനാണ് തീർച്ചയായും കാത്തിരിക്കുന്നത്. അപ്പോൾ അധികം സമയമെടുക്കുന്നില്ല, ഒരു കവിത ചൊല്ലാം. മാതൃഭൂമിയിൽ വന്നൊരു കവിതയാണ്. കവിതയുടെ പേര് സ്പൈഡർമാൻ.
രക്തകമ്പളം വീശിപ്പറത്തി കെട്ടിടത്തുമ്പു കൈവിട്ടു ചാടി ഒറ്റമാത്രയിൽ ഭൂമിയെ ചുറ്റും സത്യമിഥ്യതൻ യൗവന പക്ഷി വന്നു പോവുകൻ കണ്ണാടിയിൽ ഇടിമിന്നൽ പോലെ ഉടൽ ഭൂതജാതൻ ജാലവിദ്യയാൽ നൂൽ വല നെയ്യും ജാതകക്കളം തീർക്കും സുധീരൻ മൂന്നു ലോകവും കാറ്റിൽ പറത്തും ഗോപുരങ്ങളെ കെട്ടിപ്പിടിച്ചോൻ പെൺചിലന്തിയെ പ്രേമാത്മഹത്യതൻ പൊന്മുനമ്പിൽ കുരുതി കൊടുത്തോൻ യുദ്ധമെല്ലാം നുകർന്നു നീ രക്തച്ചെമ്പരത്തിയെ നട്ടു നനച്ചു മണ്ണടുപ്പിലെ ചൂടിൻ്റെ വേവിൽ കണ്ടുകിട്ടാത്ത കാടിൻ്റെ നോവിൽ കൈതപൂത്ത പുഴയോര രാവിൽ പഞ്ചഭൂതമൊളിക്കുന്ന പൊത്തിൽ യന്ത്രസാഗരം ചുറ്റും പുകയിൽ കാലമോടുന്ന പട്ടിണിക്കാറ്റിൽ അട്ടഹാസച്ചിരിപ്പെരുക്കത്തിൽ പ്രാണതാളക്കളിപ്പാട്ടമില്ലാതെ ഏതു നേരവും ഞങ്ങൾ നിൻ മായാവാതിലിൽ വന്ന് വാ പൊത്തി നിൽപ്പൂ ചക്രവ്യൂഹത്തിൽ അത്ഭുതം തീർത്ത ശക്തിതൻ പ്രതിച്ഛായ സ്പൈഡർമാൻ ചക്രവ്യൂഹത്തിൽ അത്ഭുതം തീർത്ത ശക്തിതൻ പ്രതിച്ഛായ സ്പൈഡർമാൻ മത്സരക്കുതിപ്പേതൊക്കെ ദിക്കിൽ പിഞ്ചു കുഞ്ഞിൻ്റെ തൂവൽ കൊഴിച്ചു ഏതു പ്രേതാത്മഭീകരസ്വത്വം കാണുവാൻ കൺ തുറക്കുന്നു നിത്യം ജാലകപ്പാളി നീക്കി പറന്നെൻ ചാരയെത്തുമോ വീണ്ടും മറയാൻ. ഇകഴ്ത്തലും പുകഴ്ത്തലും എല്ലാം ഒരുപോലെ ഏറ്റെടുക്കാൻ ഈ കലാലയ കവികൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഞാൻ കവിതയെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് കവിതകൾ മാത്രം വായിക്കാം. കവിത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ദ്രിയം ആണ്, ഒരു സെൻസോറിയൽ പ്രാക്ടീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് ചിലപ്പോൾ ഭാഷയിൽ വെളിപ്പെടുന്നു എന്ന് മാത്രം, ചിലപ്പോൾ മറ്റ് ചില രൂപങ്ങളിലും നമുക്ക് കവിത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന ഒരു കവിത. ഉറങ്ങി എണീക്കുമ്പോൾ നേരം പുലരുന്നത് പോലെ, ഉറങ്ങി എണീക്കുമ്പോൾ മുല്ല പൂക്കുന്നത് പോലെ, ഉറങ്ങി എണീക്കുമ്പോൾ മുറിവുണങ്ങുന്നത് പോലെ അതിസാധാരണമായ ചില അത്ഭുതങ്ങളുണ്ട്. ചോദിക്കരുത് അവയോടതിൻ രാസത്വരകം. നേരം പുലരുകയും മുല്ല പൂക്കുകയും മുറിവുണങ്ങുകയും ചെയ്യുന്നതിൽ ആനന്ദിക്കുക മാത്രം ചെയ്യുക. വിത്തിനെ മരമായി കാണല്ലേ, അടയിരിക്കും കോഴിയുടെ മുട്ടകൾ എണ്ണല്ലേ. ഉന്നം വെക്കരുതേ ചിക്കിയ നെല്ലിൽ പരതും പ്രാവിന്. കണ്ണാൽ മിണ്ടിയത് കണ്ണാൽ കേൾക്കാം, ചുണ്ടാൽ എഴുതിയവ ചുണ്ടാൽ, ഉടലാൽ ചൊന്നവ ഉടലാൽ ചൊല്ലൂ, ആംഗ്യത്തിൽ പറഞ്ഞവ ആംഗ്യത്തിൽ തന്നെ കേൾക്കൂ. വിനാശകാലത്തു മാത്രം എടുക്കാനൊരുക്കി വെച്ച സേഫ്റ്റി സിലിണ്ടറുകൾ എന്നതുപോലെ അത്യാഹിത സന്ദർഭങ്ങളിൽ മാത്രം എടുത്തണിയൂ ഭാഷ. ഉപയോഗക്രമങ്ങൾ ഒന്നൊന്നായി വായിച്ചു നോക്കുക. ശ്രദ്ധയിൽപ്പെടാനിടയില്ലാത്ത ഒടുവിലത്തെ നിർദ്ദേശം ഒന്നുകൂടി ഇവിടെ എടുത്തെഴുതട്ടെ. ഭാഷയിൽ ഒളിച്ചു പാർക്കുന്ന മൂങ്ങകളെ വെറുതെ വിടുക, വെറുതെ വിടുക, വെറുതെ വിടുക. വിശദീകരിക്കാനാവാത്ത ലോകത്തെ അത് എന്ന് നീട്ടിയോ കുറുക്കിയോ ഒച്ചപ്പെടുത്തിക്കോട്ടെ. മറ്റൊരു കവിത, ആഫ്റ്റർ ഇമേജ്.
വെളിച്ചപ്പരപ്പിൽ ഇരുട്ടിൻ ചുഴി, ഇരുൾ തുരന്നു പോം വെട്ടം അതിൻ വാൾത്തല. ഇല്ലാത്തൊരാളിൻ കനം വെപ്പുകുടിയിൽ, തീനുറക്കിൽ കിനാക്കിടപ്പിൽ. വിട്ടുപോയവർ ഇരട്ടിക്കുന്നുണ്ടാം ഒരാൾ അടർന്നതിൻ മുറിവായിൽ. ഇട്ടയുടുപ്പിൽ അയാൾ ഇപ്പോൾ പെറ്റിട്ട പോൽ ചുരത്തും മണം, അതിൽ കത്തുമോർമ്മച്ചിത. മനമൊഴിഞ്ഞെങ്കിലും ഒഴിവതില്ലവർ, പതിച്ചെടുത്തതാം ഉൾനിലം അതിൽ തളിർത്ത പച്ചകൾ. വാക്കിനാൽ പടുത്ത മിനാരങ്ങൾ, കൂട്ടിവെച്ചതാം കിനാവും അതിൻ വാഴ്വും. വേറിട്ടൊരാൾ ഒന്നാകെ തീരിൽ ഉടലറ്റും, തിളങ്ങുമറവുമാടിൻ കണ്ണുപോൽ. വേറിട്ടൊരാൾ ഒന്നാകെ തീരിൽ ഉടലറ്റും, തിളങ്ങുമറവുമാടിൻ കണ്ണുപോൽ. ഉണർവിൽ ഉയിരിൻ പിടപ്പിൽ, ഉണ്ടായിരുന്നതിൻ അധിക വ്യാപ്തിയിൽ. ഉയിരിൻ ഉണ്ടായിരുന്നതിൻ അധിക വ്യാപ്തിയിൽ. ഒന്ന് രണ്ട് ചെറിയ കവിതകളോട് വായിക്കാം. അത് സമയം ഗ്രാഫിക് പോയംസ് വളരെ ചുരുക്കമാണ്, ഇനിയും ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒറ്റ കവിത, ഒരു 5 വരിയുള്ള അത് ഇവിടെ കവിത വായിക്കല്ല, കവിത പെർഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വായിക്കാം. അക്ഷരങ്ങളിൽ രക്തക്കുഴലുകൾ ഘടിപ്പിച്ചു കൊണ്ടിരിക്കെ ഹ എന്ന അക്ഷരത്തെ കാണാതായി. മേശപ്പുറത്ത് പിടിച്ചു വച്ചിരുന്നതാണ്, എങ്കിലും എപ്പോഴും എപ്പോഴും കാണാതാവും അതിനെ. പുറത്തിറങ്ങിയപ്പോൾ കണ്ടു സീസോ കളിക്കുന്ന കുട്ടികൾക്കിടയിൽ ചിറകു വിരിച്ച് ചിരിച്ച് ഹ ഹ ഹ ഹ. താങ്ക് യു. ഗംഗാദേവി. എല്ലാ കവികളെയും സ്വാഗതം പറഞ്ഞപ്പം വിശദമായിട്ട് പറഞ്ഞതായതുകൊണ്ട് പേര് വിളിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല, കവിതയിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കവിത ഞാൻ പലപ്പോഴും കടകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പുകൾ, ബാഗ്, കുട, വസ്ത്രങ്ങൾ എല്ലാം തന്നെ പുരുഷൻ്റെ അത്രയും പലപ്പോഴും ക്വാളിറ്റി കാണാറില്ല. ഏത് സാധനവും പുരുഷൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എഴുതിയൊരു കവിതയാണ്. പെണ്ണുങ്ങളുടെ ചെരുപ്പും പഞ്ചവർണ്ണ പക്കിയും എന്നാണ് കവിതയുടെ പേര്. സ്ത്രീകളുടെ ചെരുപ്പുകളെക്കുറിച്ചാണ്. പുരുഷന്മാരുടെ ചെരുപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്ത്രീകളുടെ വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകൾ. പക്ഷേ പലപ്പോഴും സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇത്തരം ചെരുപ്പുകൾ. പൊക്കം കൂട്ടാനും പിന്നെ പല വസ്ത്രങ്ങളുടെ നിറത്തിനനുസരിച്ച് ഇടാനും പിന്നെ വലിയ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള, പക്ഷേ അതെല്ലാം പെട്ടെന്ന് ചീത്തയാവുന്നതുമായിരിക്കും, വില കൂടിയതുമായിരിക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ട് ഒരു പഞ്ചവർണ്ണ കിളി എന്തൊക്കെയോ പറയുന്നതായിട്ടാണ് രണ്ടാമത്തെ ഭാഗത്ത്. പെണ്ണുങ്ങളുടെ ചെരുപ്പും പഞ്ചവർണ്ണ പക്കിയും. പെണ്ണുങ്ങളുടെ ചെരുപ്പ് അവർ നിർമ്മിച്ചു, അവർ വിൽക്കുന്നു, അവർ ഉപയോഗിക്കുന്നു, അവർ ഉപയോഗിക്കുന്നു, അവർ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നു. പെണ്ണുങ്ങളുടെ ചെരുപ്പ് അവർ നിർമ്മിച്ചു, അവർ വിൽക്കുന്നു, അവർ ഉപയോഗിക്കുന്നു. പാകമാകാത്തവ, വിരലിനെ ഞെരുക്കുന്നവ, നഖം മുറിക്കുന്നവ, ഉപ്പൂറ്റി പൊക്കുന്നവ. പാകമാകാത്തവ, വിരലിനെ ഞെരുക്കുന്നവ, നഖം മുറിക്കുന്നവ, ഉപ്പൂറ്റി പൊക്കുന്നവ. പെട്ടെന്ന് പൊട്ടുന്നവ, മഴയിൽ കുതിരുന്നവ, തൊങ്ങലുകൾ പിടിപ്പിച്ചവ, വേദനിപ്പിക്കുന്നവ. പെട്ടെന്ന് പൊട്ടുന്നവ, മഴയിൽ കുതിരുന്നവ, തൊങ്ങലുകൾ പിടിപ്പിച്ചവ, വേദനിപ്പിക്കുന്നവ. വള്ളിയുള്ളവ, പുള്ളിയുള്ളവ, പുളകം തരുന്നവ, പകരമില്ലാത്തവ. വള്ളിയുള്ളവ,
പുള്ളിയുള്ളവ, പുളകം തരുന്നവ, പകരം ഇല്ലാത്തവ, നിറമുള്ളവ, നനുപ്പില്ലാത്തവ, നിലം പറ്റാത്തവ, നിരക്കി നീക്കുന്നവ. നിറമുള്ളവ, നനുപ്പില്ലാത്തവ, നിലം പറ്റാത്തവ, നിരക്കി നീക്കുന്നവ. ചെകുത്താനും കടലിനും നടുവിൽ ആടുന്നവ. ചെകുത്താനും കടലിനും നടുവിൽ ഓടുന്നവ, പകലും രാത്രിയുമിട്ടോടാവുന്നവ. ചെകുത്താനും കടലിനും നടുവിൽ ഓടുന്നവ, പകലും രാത്രിയുമിട്ടോടാവുന്നവ. മഴയിലും മഞ്ഞിലും കോരിത്തരിപ്പിക്കുന്നവ, വേനലിൽ ചുട്ടു പൊള്ളിക്കുന്നവ. മഴയിലും മഞ്ഞിലും കോരിത്തരിപ്പിക്കുന്നവ, വേനലിൽ ചുട്ടു പൊള്ളിക്കുന്നവ. കീ കീ കരയുന്നവ, ഭും ഭും കത്തുന്നവ, ഹി ഹി ചിരിക്കുന്നവ, കൂ കൂ കുശുകുശുക്കുന്നവ. കീ കീ കരയുന്നവ, ഭും ഭും കത്തുന്നവ, ഹി ഹി ചിരിക്കുന്നവ, കൂ കൂ കുശുകുശുക്കുന്നവ. തേഞ്ഞ് കിഴിഞ്ഞവ, വാറ് പൊട്ടിയവ, നടുവൊടിയുന്നവ, നാവരിയുന്നവ. തേഞ്ഞ് കിഴിഞ്ഞവ, വാറ് പൊട്ടിയവ, നടുവൊടിക്കുന്നവ, നാവരിയുന്നവ. എടുത്തണിയൂ, ഇട്ടോടൂ, വിട്ടോളൂ, വീണടരൂ. എടുത്തണിയൂ, ഇട്ടോടൂ, ഇട്ടോടൂ, വിട്ടോളൂ, വീണടരൂ. ഇത് കണ്ട് ഒരു പഞ്ചവർണ്ണ പക്കി പറയുന്നതാണ് ചെരുപ്പുകളുടെ വെറൈറ്റീസ് കണ്ടിട്ട്. ചിറകുകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ പറത്തി പറത്തി അങ്ങപ്പുറമെത്തിച്ചേനെ. ചിറകുകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ പറത്തി പറത്തി അങ്ങപ്പുറമെത്തിച്ചേനെ. കൊക്കുകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊക്കിനാൽ കൊത്തി കൊത്തി ഹൃദയം മുറിച്ചേനെ. കൊക്കുകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊക്കിനാൽ കൊത്തി കൊത്തി ഹൃദയം മുറിച്ചേനെ. കഴുകൻ കണ്ണുകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ കണ്ണിനാൽ നോക്കി നോക്കി ഹൃദയം മുറിച്ചേനെ. കൂർത്ത നഖമുനകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ താണുതാണിറങ്ങി പൊടുന്നന് റാഞ്ചി പറന്നേനെ. കൂർത്ത നഖമുനകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ താണുതാണിറങ്ങി പൊടുന്നനെ റാഞ്ചി പറന്നേനെ. തൂവലുകൾ പൊഴിച്ചിട്ടിവിടെ ഉണ്ടായിരുന്നെന്ന് കൂവിപ്പൊളിച്ചിട്ടിവിടെ ഇരുന്നടയാളമിട്ടേനെ. തൂവലുകൾ പൊഴിച്ചിട്ടിവിടെ ഉണ്ടായിരുന്നെന്ന് കൂവിപ്പൊളിച്ചിട്ടിവിടെ ഇരുന്നടയാളമിട്ടേനെ. പക്ഷങ്ങളില്ലാത്ത പക്ഷഭേദങ്ങളില്ലാത്ത പക്ഷിയാണല്ലോ ഞാനും, പഞ്ചവർണ്ണ പക്കിയാണല്ലോ ഞാനും. പക്ഷങ്ങളില്ലാത്ത പക്ഷഭേദങ്ങളില്ലാത്ത പക്ഷിയാണല്ലോ ഞാനും, പഞ്ചവർണ്ണ പക്കിയാണല്ലോ ഞാനും. ഈ കലാലയ കവിയരങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തെക്കാൾ ഉപരി അഭിമാനം പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അൽത്തോഫ് 16 വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, 5 മണിക്ക് ഈ ഒരു സെഷൻ അവസാനിക്കേണ്ടതാണെന്ന് ആദ്യം പറഞ്ഞ് തുടങ്ങിയതാണ്. ഏകദേശം 10-12 മിനിറ്റ് ബാക്കിയേ ഉള്ളൂ. 10ഓളം കവികൾ ഇനിയും
കവിത അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളില്ലാതെ ചെറിയ ഒരു കവിത മാത്രം അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ചായൻ ധർമ്മരാജൻ സാറ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്ത് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് ഏതോ മാസികയിൽ അച്ചടിച്ചു വന്ന കവിതയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് മാഷ് കത്തെഴുതുക മാത്രമല്ല, അതിൻ്റെ കൂടെ മാഷയുടെ അന്നത്തെ 2 പുതിയ പുസ്തകങ്ങൾ കൂടി അയച്ചിരുകയുണ്ടായി. സമാസമം, അതീവ രാവിലെ എന്ന് പറഞ്ഞിട്ടുള്ള 2 പുസ്തകങ്ങൾ കൂടി അയച്ചു തന്നിട്ടാണ് സാറ് അന്ന് ആ സ്നേഹം പ്രകടിപ്പിച്ചത്. അതിനുള്ള ഒരു നന്ദി ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ വായിക്കുന്ന കവിത കുറച്ച് പഴയതാണ്, ഉള്ളതിൽ ചെറുത് നോക്കിയിട്ട് ഒന്ന് തിരഞ്ഞെടുത്തതാണ്. ഇതിന് ശേഷമുള്ളതൊക്കെ കുറച്ച് ലെങ്തി ഉള്ള വരികളായതുകൊണ്ട് മനഃപൂർവ്വം മാറ്റി വെച്ചതാണ്. ഈ കവിതയുടെ പേര് അവധിയില്ലാത്ത കലണ്ടർ എന്നുള്ളതാണ്. കൊല്ലം തീർന്ന അടുക്കള ഭിത്തിയിലെ കലണ്ടർ എടുത്ത് അടുപ്പിലെറിഞ്ഞപ്പോഴാണ് കണ്ടത് കള്ളികളിൽ മുഴുക്കെ അമ്മ വരച്ച കവിതകളായിരുന്നു. കൊല്ലം തീർന്ന അടുക്കള ഭിത്തിയിലെ കലണ്ടർ എടുത്ത് അടുപ്പിലെറിഞ്ഞപ്പോഴാണ് കണ്ടത് കള്ളികളിൽ മുഴുക്കെ അമ്മ വരച്ച കവിതകളായിരുന്നെന്ന്. പ്രഖ്യാപിത ഹർത്താലിലും മിന്നൽ പണിമുടക്കിലും അടുക്കളയ്ക്ക് ലീവില്ലാത്തതിനാൽ അമ്മയുടെ കലണ്ടറിൽ പുകക്കരി പിടിച്ചേ അക്കങ്ങൾ കാണാറുള്ളൂ. പ്രഖ്യാപിത ഹർത്താലിലും മിന്നൽ പണിമുടക്കിലും അടുക്കളയ്ക്ക് ലീവില്ലാത്തതിനാൽ അമ്മയുടെ കലണ്ടറിൽ പുകക്കരി പിടിച്ചേ അക്കങ്ങൾ കാണാറുള്ളൂ. ജയന്തിയും സമാധിയും ഓണവും പെരുന്നാളും ചുവന്നയക്കങ്ങളിൽ അവധി പറയുന്നെന്നാലും ഇന്ന് അമ്മയവധിയെന്ന് ഒരു കള്ളിയിലും കണ്ടതേയില്ല. ജയന്തിയും സമാധിയും ഓണവും പെരുന്നാളും ചുവന്നയക്കങ്ങളിൽ അവധി പറയുന്നെന്നാലും ഇന്ന് അമ്മയവധിയെന്ന് ഒരു കള്ളിയിലും കണ്ടതേയില്ല. ഗ്യാസ് തീർന്നത്, പാല് വന്നത്, അച്ഛൻ്റെ ശമ്പളം കിട്ടിയത്, മോൻ്റെ ട്യൂഷൻ ഫീസ് അടച്ചത്, വാടക കൊടുത്തത്, ബീനാ സ്റ്റോറിലെ പറ്റു തീർത്തത്, അമ്മിണിപ്പശുവിനെ ചെന ചവിട്ടിയത്, കറുമ്പിപ്പിടക്കോഴി മുട്ടയിട്ടത്, അടുക്കള കലണ്ടറിലെ കവിത വൃത്തമില്ലാതെ അങ്ങനെ. ഗ്യാസ് തീർന്നത്, പാല് വന്നത്, അച്ഛൻ്റെ ശമ്പളം കിട്ടിയത്, മോൻ്റെ ട്യൂഷൻ ഫീസ് അടച്ചത്, വാടക കൊടുത്തത്, ബീനാ സ്റ്റോറിലെ പറ്റു തീർത്തത്, അമ്മിണിപ്പശുവിനെ ചെന ചവിട്ടിച്ചത്, കറുമ്പിപ്പിടക്കോഴി മുട്ടയിട്ടത്, അടുക്കള കലണ്ടറിലെ കവിത വൃത്തമില്ലാതെ അങ്ങനെ. എൻ്റെ പിറന്നാളിൻ്റെ സുവിശേഷയക്കത്തിൽ പോലും അമ്മ കവിതയിൽ അമ്മിണിപ്പശുവിൻ്റെ ചാപ്പിള്ള കണ്ണീരായിരുന്നു നനഞ്ഞു കുതിർന്നിരുന്നത്. എൻ്റെ പിറന്നാളിൻ്റെ സുവിശേഷയക്കത്തിൽ പോലും അമ്മ കവിതയിൽ അമ്മിണിപ്പശുവിൻ്റെ ചാപ്പിള്ള കണ്ണീരായിരുന്നു നനഞ്ഞു കുതിർന്നിരുന്നത്. കലണ്ടർ കള്ളികൾ അമ്മയുടെ തുരുമ്പിച്ചു ദ്രവിച്ച തുന്നൽ സൂചിയുടെ സൂക്ഷിപ്പു നിലങ്ങൾ കൂടിയാണ്. കലണ്ടർ കള്ളികൾ അമ്മയുടെ തുരുമ്പിച്ചു ദ്രവിച്ച തുന്നൽ സൂചിയുടെ സൂക്ഷിപ്പു നിലങ്ങൾ കൂടിയാണ്. നന്ദി. അനസ് മൊയ്തീൻ. നമസ്കാരം. ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കവിത എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ കാളികാവ്, അവിടെ അഞ്ചച്ചെവിടെ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. എൻ്റെ നാട്ടിൽ ഒരുപാട് അപസ്മാര രോഗികളുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എഴുതിയ ഒരു കവിതയാണ്. അവർക്ക് ആദ്യം അവരുടെ അപസ്മാര രോഗം ഇളകുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന ആയുധം അല്ലെങ്കിൽ മരുന്ന് താക്കോൽ കൂട്ടാണ്. അപ്പോൾ അതുമായി ബന്ധിപ്പിച്ച് എഴുതിയ ഒരു കവിതയാണ്. താക്കോൽ നഷ്ടപ്പെട്ട പ്രദേശത്തെ അപസ്മാരികൾ. താക്കോൽ നഷ്ടപ്പെട്ട അനേകം അപസ്മാരികളുടെ മരണശേഷം ഞങ്ങളുടെ പെട്ടിപ്പീടികളിൽ താക്കോൽ വിൽപ്പന പൊടിപൊടിച്ചു. പട്ടണമൊന്നുമല്ല, ഞങ്ങളുടേത് ഒരസൽ നാട്ടുംപുറം. ആഞ്ഞു വലിയുമൊരു സൈക്കിളിന് മേയാനുള്ള ദൂരം മാത്രം. പ്രേമമോ രോഗമോ അല്ലാണ്ട് വേഗങ്ങളെ സൂചിപ്പിക്കാനൊന്നും തന്നെ അവിടെയില്ല. ആ പ്രദേശത്തേക്ക് ആവശ്യമായ ആകാശം പോലും മറ്റേതോ നശിച്ച ദ്വീപിൻ്റെ ആകാശത്തിൽ നിന്നും പൊട്ടിച്ചെടുത്തതാണ്. രാവിലെ മിറ്റം വാരുന്ന പെണ്ണുങ്ങളാണ് കിള്ളത്താക്കോല് പിടിപ്പിച്ച് അപസ്മാരികളെ
ഉമ്മറത്ത് പൂട്ടിയിടുന്നത്. ഞാനപ്പോൾ മുഖത്തെ ഉറക്ക് തുടക്കുകയോ മൂക്കളയൊട്ടിക്കാൻ ചുമരന്വേഷിക്കുകയോ ആവും. അവിടെ ഇരുന്നുകൊണ്ട് അവർ നൊങ്ക് നോണ്ടാൻ പോവും, കാതുകുത്തിന് കൂടും, ആണ്ടുനേർച്ച പോവും, മരിപ്പിന് കരയും, വിളിക്കാത്ത കല്യാണം വരെ ഒരവിടെ ഇരുന്ന് കൂടുന്ന ചരിത്രമുണ്ട്. ഞായറാഴ്ച ചുണ്ടക്ക് പോണ ചെക്കനെ നോക്കി വരണ്ട കണ്ണുകളിൽ പിള്ളക്കായലോ കാക്കത്തോടിൻ്റെ ഒരല്ലിയോ കുഴിച്ചുണ്ടാക്കലാണ് അവരുടെ പ്രധാന ജോലി. പൊടുന്നനെ ചേറിൽ മഞ്ഞിൽ പൊളക്കണ പോലെ ഓർക്ക് താളം തെറ്റും. തെറ്റിയ താളത്തിൽ ഒരു പാട്ടുണ്ടാക്കും. കരച്ചിൽ ദുഃഖത്തിൻ്റെ ശരീരഭാഷയാണ്. കരച്ചിൽ ദുഃഖത്തിൻ്റെ ശരീരഭാഷയാണ്. മറ്റൊരു ഭാഷ കൊണ്ടും പിടിച്ചു നിൽക്കാനാവാത്തോർക്ക്. ഒരാൾ പാട്ടുപാടും പോലെ കരയുന്നു, ഒരാൾ ചെണ്ട കൊട്ടും പോലെ കരയുന്നു. കരച്ചിലിനേക്കാൾ ആസ്വാദ്യമായൊരു പാട്ടിന് ഇന്നേ വരെ ഞങ്ങളുടെ കരയിൽ ആരും ഇണം കൊടുത്തിട്ടില്ല. അപസ്മാരിയുടെ പാട്ടുകൾ ആൾക്കൂട്ടത്തിൻ്റെ തണുത്ത താക്കോലുകളിൽ തൊണ്ട പൊട്ടിയിടറി വീണു. ഈ നാട് ആരോ പൂട്ടിവെച്ചതാണ്. ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ ഉപ്പൂപ്പന്മാരുടെ വമ്പൻ രഹസ്യങ്ങൾ. ഉമ്മൂമ്മമാർക്ക് അന്ന് രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതന്ന് വലിയ കുറ്റമായിരുന്നു. താക്കോലുകളേക്കാൾ വലിയ സ്വപ്നമൊന്നും ഞങ്ങളുടെ ബാപ്പമാർക്കും ഉണ്ടായിരുന്നില്ല. പൂട്ടിവെക്കാൻ ചില്ലറയോ രഹസ്യമോ തേടി പറമ്പിലേക്കും അവിടുന്ന് പള്ളിയിലോട്ടും അവിടുന്ന് പുത്തമ്പള്ളി ദർഗയിലോട്ടും അവർ ഓടിക്കൊണ്ടേയിരുന്നു. അപസ്മാരികളെ ഓർത്ത് അവരുടെ ബാപ്പമാർ പാഞ്ഞിടങ്ങളെയൊക്കെയാണ് പിന്നീട് ഈ പ്രദേശത്തിൻ്റെ വഴികളായി രൂപപ്പെട്ടത്. കുറുക്കു വഴികളുടെ ഒടിഞ്ഞ ദൂരങ്ങൾ മാത്രം കക്ഷത്തിൽ വെച്ച് ആ പാച്ചിലുകൾ എവിടെയൊക്കെയോ പിരണ്ടു വീണു. ചിലരെങ്കിലും മുട്ടിൽ അപ്പ തേച്ചെണീറ്റു. വിളിച്ചു കരയാൻ ദർഗകൾ പണിത് മരിച്ചു പോയവർ, വിളിച്ചു കരയാൻ ദർഗകൾ പണിത് മരിച്ചു പോയവർ, ഓർമ്മിക്കണേ എന്ന് നെഞ്ചിൽ തിരിയിട്ട് കേഴുന്ന കബറുകൾ, ഓർമ്മിക്കണേ എന്ന് നെഞ്ചിൽ തിരിയിട്ട് കേഴുന്ന കബറുകൾ മുറുക്കിയൊരുമ്മ വെച്ച് അടച്ചു പോരുന്നു അപസ്മാരികളുടെ ബന്ധുക്കൾ. കരയിലാകെ താക്കോലുകൾ, ഇനി തുറക്കേണ്ടതില്ലാത്ത പെട്ടികൾ. കരയിലാകെ താക്കോലുകൾ, ഇനി തുറക്കേണ്ടതില്ലാത്ത പെട്ടികൾ. നന്ദി, നമസ്കാരം. ശ്രീജയ സിയം. എല്ലാവർക്കും നമസ്കാരം. നേരെ കവിതയിലേക്ക് കടക്കുകയാണ്. കവിതയുടെ പേര് പെയ്തുമടുത്ത മഴയിൽ കുതിർന്ന് ചില ആൾരൂപങ്ങൾ. പെയ്തുമടുത്ത മഴയിൽ കുതിർന്ന് ചില ആൾരൂപങ്ങൾ. കൂകിത്തെളിഞ്ഞ തീവണ്ടിയുടെ ഇപ്പോൾ ഇളകി തെറിച്ചു പോകുമെന്ന് തോന്നുന്ന കമ്പാർട്ട്മെൻറ്റ്. കൂകിത്തെളിഞ്ഞ തീവണ്ടിയുടെ ഇപ്പോൾ ഇളകി തെറിച്ചു പോകുമെന്ന് തോന്നുന്ന കമ്പാർട്ട്മെൻറ്റ്. പെയ്തുമടുത്ത മഴ അതിൻ്റെ ജനൽപ്പാളികളിൽ കയറിയിരിപ്പാണ്. പെയ്തുമടുത്ത മഴ അതിൻ്റെ ജനൽപ്പാളികളിൽ കയറിയിരിപ്പാണ്. വർത്തമാനത്തിനിടയിലുള്ള ചില പൊട്ടിത്തെറികളിൽ പെയ്തു തീരാത്തതിൻ്റെ പെരുക്കത്തിൽ ഓരോ തുള്ളിയും എവിടേക്കെന്നറിയാതെ താഴോട്ട്, ഓരോ തുള്ളിയും എവിടേക്കെന്നറിയാതെ താഴോട്ട്. ഓരോ തീവണ്ടി യാത്രയും മുന്നോട്ടോടുന്ന കാലുകളെ കറക്കിയെടുത്ത് പുറകിലേക്ക് ചുഴറ്റിയെറിയുന്നുണ്ട്. ഓരോ തീവണ്ടി യാത്രയും മുന്നോട്ടോടുന്ന കാലുകളെ കറക്കിയെടുത്ത് പുറകിലേക്ക് ചുഴറ്റിയെറിയുന്നുണ്ട്. ഓർമ്മയുടെ വാറുതടഞ്ഞ ഏന്തി വലിഞ്ഞുള്ള നടത്തങ്ങളാണ് മുന്നോട്ടായുമ്പോഴും പുറകോട്ടുൾവലിയുന്ന നമ്മുടെ പല ചലനങ്ങൾക്കുമുള്ളത്. മുന്നോട്ടായുമ്പോഴും പിറകോട്ടുൾവലിയുന്ന നമ്മുടെ പല ചലനങ്ങൾക്കുമുള്ളത്. അതിൽ വാഹനങ്ങൾ, മരങ്ങൾ, നടന്ന വഴികൾ, ആളുകൾ, താണ്ടി വന്നതെത്ര, വീണത്, കൈവിട്ടത്, അങ്ങനെ പലതും. ആഴത്തിൽ, വീതിയിൽ, കുറുങ്ങനെ, വിലങ്ങനെ, നീണ്ടുമേറിയും പലതരത്തിൽ. ജീവിതത്തിൻ്റെ റെയിൽ ക്രോസുകളിൽ എവിടെയോ സമാന്തരതയുടെ യാത്ര വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ റെയിൽ ക്രോസുകളിൽ എവിടെയോ സമാന്തരതയുടെ യാത്ര വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്.
ഞാൻ അസാധാരണതകളില്ലാത്ത യാത്രക്കാരി, ഞാൻ അസാധാരണതകളില്ലാത്ത യാത്രക്കാരി. ചേർന്നും കൈകോർത്തും ചെവി ചേർത്തും നട്ടിലും ബോട്ടിലും എവിടെയെങ്കിലും കുരുങ്ങിയുമല്ലാതെ ഒരു യാത്രയും സാധ്യമല്ലെന്ന് നാം താണ്ടിയ ദൂരമിങ്ങനെ ചുറ്റിലും മുരളുന്നുണ്ട്. നാം താണ്ടിയ ദൂരമിങ്ങനെ ചുറ്റിലും മുരളുന്നുണ്ട്. ചക്രങ്ങളുരഞ്ഞ് ആഴം കൂടിയ ട്രാക്കിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്നു ദൂരത്തിൻ്റെ വിടവ്. ചക്രങ്ങളുരഞ്ഞ് ആഴം കൂടിയ ട്രാക്കിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്നു ദൂരത്തിൻ്റെ വിടവ്. ചതഞ്ഞരഞ്ഞുപോയ ശരീരങ്ങളുടെ, അതിനു മുൻപേ ഒടുങ്ങിയ മനസ്സിൻ്റെ, ചതഞ്ഞരഞ്ഞുപോയ ശരീരങ്ങളുടെ, അതിനു മുൻപേ ഒടുങ്ങിയ മനസ്സിൻ്റെ എണ്ണമറ്റ ആത്മബിന്ദുക്കൾ, എണ്ണമറ്റ ആത്മബിന്ദുക്കൾ. ഇവയൊക്കെയും ഇറങ്ങി നടന്നാൽ കഥകളും കടന്ന് ഈ നേർവരകളൊക്കെ അനന്തതയിലേക്ക് ചിതറിയേനെ. കഥകളും കടന്ന് ഈ നേർവരകളൊക്കെ അനന്തതയിലേക്ക് ചിതറിയേനെ. അവ പെരുക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് നമ്മളെ, അവ പെരുക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് നമ്മളെ. പിറകോട്ടും മുന്നോട്ടും നീങ്ങുന്ന ഒരൊറ്റ ബിന്ദുവിൻ്റെ ആഴം. ഇപ്പോൾ ഇളകി തിരിച്ചു പോകുമെന്ന് തോന്നുന്ന കമ്പാർട്ട്മെൻറ്റ്. കൂകിത്തെളിഞ്ഞ തീവണ്ടി, പെയ്തുമടുത്ത മഴയിൽ കുതിർന്ന് ചില ആരൂപങ്ങൾ. ഞാനൊരു ആരൂപമാണ്, ആരൂപം, രൂപം. ഇത്തരത്തിലുള്ള ഒരവസരം തന്നതിലുള്ള നന്ദി ഇതിൻ്റെ ഭാരവാഹികളോട് അറിയിക്കാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. നന്ദി. രേഷ്മ സി. ഒരു കുമ്പിൾ അയാൾ എന്ന കവിതയാണ് വായിക്കുന്നത്. ഒരു കുമ്പിൾ അയാൾ. 1. കിണറിൽ വീണാണ് അയാൾ മരിച്ചത്. വെള്ളമുള്ള കിണറായിരുന്നില്ല, ഉപേക്ഷിക്കപ്പെട്ട പൊട്ടക്കിണറായിരുന്നില്ല, കുഴിച്ചുകൊണ്ടിരുന്ന പുതിയ കിണർ. മുങ്ങി മരിക്കാൻ യോഗമുണ്ടായില്ല, തിരഞ്ഞു പോവേണ്ടി വന്നില്ല. കുഴിച്ചെത്തിയ മരണത്തിന് ആരോടും സമാധാനം പറയേണ്ടിയിരുന്നില്ല. കിണറുകളെക്കുറിച്ച് കവിത എഴുതുമ്പോൾ എനിക്ക് അയാളെ ഓർമ്മ വന്നിരുന്നില്ല. എന്നാലും ദുരിതകാലങ്ങളിൽ അയാളെ സ്വപ്നം കാണുമായിരുന്നു. ഒരു കുമ്പിൾ നിറയെ വേദന അയാൾ കോരിയൊഴിക്കുന്നത്. 2. ഓടക്കൊമ്പിൻ്റെ അറ്റത്ത് ഒരു ചൂണ്ടക്കൊളുത്തും തൂക്കി അയാൾ പോയിരുന്ന വൈകുന്നേരങ്ങൾ, അയാൾ പോയിരുന്ന നദീതീരങ്ങൾ, അയാൾ കൊണ്ടുവന്നിരുന്ന നീളൻ മീനുകൾ. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവയെല്ലാം പേടിയായി. പുഴമീൻ കഴിക്കുമ്പോൾ എനിക്കിപ്പോഴും കഴിക്കും. തൊണ്ടയിൽ ഒരു ചൂണ്ടക്കൊളുത്തിടങ്ങിയ പോലെ ഞാൻ പിടയും. മുറ്റത്തിൻ്റെ ഓരത്ത് ചെന്ന് ഞാൻ കുനിഞ്ഞിരുന്ന് നോക്കാനിക്കും. അതിൻ്റെ അരികിൽ ഇപ്പോഴുമുണ്ട് അയാൾ വെച്ചിട്ട് പോയ ചൂണ്ട. 3. മരിച്ചു കിടക്കുന്ന മണ്ണായിരുന്നു. അയാൾ തൊട്ടും തലോടിയും അതിനെ പൊന്നാക്കി എന്ന് അമ്മ പറയും. മരത്തണ്ടുകളിൽ കയറുകൾ പടർത്തി കൈപ്പയ്ക്ക് പന്തലിടും. തോട്ടിലെ വെള്ളം കൊണ്ട് നനയ്ക്കും. വിത്തിന് വെച്ചതെന്നറിയാതെ അരിഞ്ഞച്ചാറിട്ടിട്ടുണ്ട്. അതിന് തല്ലും കൊണ്ടിട്ടുണ്ട്. ആരാൻ്റെ മണ്ണ്, ആരാൻ്റെ വെള്ളം, ആരാൻ്റെ കയ്പ. ആർക്കു വേണ്ടിയാണ് ഇത് ഇങ്ങനെയെന്ന് പദം പറയാറുണ്ട്. എന്നാലും എല്ലുമുറിയെ പണിയും. ആരാണ് എനിക്ക് കൈക്കോട്ടുണ്ടായ കഥ പറഞ്ഞു തന്നതെന്ന് ഞാൻ മറന്നേ പോയി. അയാൾ മരിച്ചുപോയ നിലയ്ക്ക് അയാളായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 4. എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ വിരലുകൾ തല്ലി കളിക്കുന്നു. എൻ്റെ കുഞ്ഞും അതിൻ്റെ അച്ഛനും ഞായറാഴ്ചകളിൽ മീൻ പിടിക്കാൻ പോകുന്നു. എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ നട്ടിട്ടുണ്ട് 2 കയ്പ തൈകൾ. മരിച്ചു പോയിട്ടും അയാൾ ജീവിച്ചിരിക്കുന്നത് പോലെ എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും അയാൾക്ക് വിളമ്പിയിരുന്നത്രയും തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനും വിളമ്പുന്നു, നിറയുവാൻ വേണ്ടതിലും അല്പം കൂടുതൽ. നന്ദി. അസ്ന ജഹാൻ ബീവി. ഒരു വേദിയിൽ ആദ്യമായിട്ട് കവിത ചൊല്ലുമ്പോൾ അതിൽ വീടോ നാടോ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ കറുകത്തിരുത്തിയിലാണ്. ഞാൻ അതിനെപ്പറ്റി ഒറ്റ കവിത എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ കവിത വായിക്കാൻ വിചാരിച്ചു. വീടൊരിക്കലും ഒരു മനുഷ്യനാകുന്നില്ല, എന്നിരുന്നാലും കവിതയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയുന്നു. നിങ്ങളെൻ്റെ വീടെന്ന് പറഞ്ഞ് കാമുകനെ ചുംബിക്കുന്നു, പിന്തിരിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുന്നു. വീടെത്തുമ്പോൾ ഞാനൊരു ദേശം കാണുന്നു, അതൊരു കടലോ കരയോ എന്ന് ആശ്ചര്യപ്പെടുന്നു. ചിലർ അടക്കം പറയുന്നു, ചിലരാകട്ടെ പൊട്ടിക്കരയുന്നു.
വാക്കുരിയിടാതെ ഒരു യാസീൻ കറങ്ങി നടക്കുന്നു. അപ്പോൾ ഉമ്മ സമിയല്ലാഹു ലിമൻ ഹമിദ നീട്ടി ചൊല്ലുന്നു. ഒരു കാലിച്ചായ ഉമ്മറത്ത് കാൽ കയറ്റിയിരിക്കുന്നു. തരി ഉപ്പങ്ങോട്ടും മുളകിങ്ങോട്ടും പാലം കെട്ടുന്നു. താരീഖ് തുറന്ന് ദമസ്കസ് പുറത്തേക്കിറങ്ങുന്നു. അസ്സലാത്തു ഹൈറും മിനന്നൗം. അലമാരയിൽ പഴയൊരു പുസ്തകം തലചായ്ക്കുന്നു. അപ്പോൾ സ്നേഹം വഴിതിരിഞ്ഞൊരു പ്രേമലേഖനം പുറത്തെടുക്കുന്നു. ഒരു കൈദൂരം തൊട്ടിൽ കെട്ടുന്നു. പഴയൊരു താരാട്ട് വിരുന്നെത്തുന്നു. 4 നേരം ദിക്ർ ചൊല്ലുന്നു. അമ്മിയിലരച്ച മൈലാഞ്ചി ഈർക്കിൽ തുമ്പോട് കയ്യിൽ വരക്കുന്നു. അടുക്കള വാതിലിലൂടെ ഒരു മുസല്ല അയലിൽ വിശ്രമിക്കുന്നു. പാതി മുറിഞ്ഞ വാക്കുകൊണ്ട് അവരൊരു പാട്ട് പാടുന്നു. അപ്പോൾ വാതിലും കടന്ന് വീടൊരു വീടാകുന്നു. എന്നിട്ടും കവിതയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയുന്നു. ജീവൻ ജിനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഈ കലാലയ കാവ്യോത്സവത്തിലേക്ക് ക്ഷണിച്ചതിനുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കവിത രാഷ്ട്രതന്ത്രം. രാഷ്ട്രത്തെ ഞാൻ പത്രത്തിലൂടെ വീട്ടിലേക്ക് വരുത്താറില്ല. ചായപ്പീടിയിലെ സംസാരങ്ങളിൽ ഉൾപ്പെടുത്താറില്ല. കോളേജിന് മുന്നിലെ സമരത്തെ ഗൗനിക്കാറുപോലുമില്ല. ഇന്നലെ ഞാൻ നുണഞ്ഞ പപ്പടം പണ്ട് അർദ്ധരാത്രിയിൽ ഉദിച്ച സൂര്യൻ്റെ ഒരു എക്സ്റേ കോപ്പി. ഇന്നലെ ഞാൻ നുണഞ്ഞ പപ്പടം പണ്ട് അർദ്ധരാത്രിയിൽ ഉദിച്ച സൂര്യൻ്റെ ഒരു എക്സ്റേ കോപ്പി. പിതാമഹൻ്റെ കണ്ണടയിലെ തെളിച്ചം കാലത്തിൻ്റെ ഉറക്കത്തിനിടെ ആത്മഹത്യ ചെയ്തു. പിതാമഹൻ്റെ കണ്ണടയിലെ തെളിച്ചം കാലത്തിൻ്റെ ഉറക്കത്തിനിടെ ആത്മഹത്യ ചെയ്തു. പൊരുളുപാടിയ കവികളെ, ഇരുളുവാഴ്ത്താത്ത ചിത്രമെഴുത്തുകാരെ ഒറ്റ സ്പർശത്താൽ അപ്രത്യക്ഷമാക്കി. പൊരുളുപാടിയ കവികളെ, ഇരുളുവാഴ്ത്താത്ത ചിത്രമെഴുത്തുകാരെ ഒറ്റ സ്പർശത്താൽ അപ്രത്യക്ഷമാക്കി. എത്ര പെട്ടെന്നാണ് ഭാഷകളുടെ ചുളിവുകളെല്ലാം ഒരൊറ്റ ഇസ്തിരി വടിവിലേക്ക് തർജ്ജമ ചെയ്തത്. എത്ര പെട്ടെന്നാണ് ഭാഷകളുടെ ചുളിവുകളെല്ലാം ഒരൊറ്റ ഇസ്തിരി വടിവിലേക്ക് തർജ്ജമ ചെയ്തത്. കഴുത്തിൽ മുറുക്കിയത് തൊഴുത്തിൽ കെട്ടിയ അതേ കയർ. വയറെരിഞ്ഞ് വലഞ്ഞവനെ ശ്വാസം മുട്ടിച്ചും കീശ നിറഞ്ഞ് പുളഞ്ഞവനെ ഇക്കിളി തലോടലായും. ഉണക്കാനിട്ടിട്ടുണ്ട് അക്ഷരങ്ങൾ കുതിർന്ന് അടർന്നു പോയ പഴയ ഒരു നിയമപുസ്തകം. ഉണക്കാനിട്ടിട്ടുണ്ട് അക്ഷരങ്ങൾ കുതിർന്ന് അടർന്നു പോയ പഴയ ഒരു നിയമപുസ്തകം. വ്യാസമഹാഭാരതത്തിൽ നിന്ന് വ്യാജമഹാഭാരതത്തിലേക്കുള്ള 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് ദൂരം. വ്യാസമഹാഭാരതത്തിൽ നിന്ന് വ്യാജമഹാഭാരതത്തിലേക്കുള്ള 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് ദൂരം. രാഷ്ട്രതന്ത്രം ക്ലാസ്സിലിരുന്ന് ഉറങ്ങുകയാണ് ഞാൻ. പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് പശുവിൻ തോലിട്ട ചെന്നായയും പരിവാരങ്ങളും. പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് പശുവിൻ തോലിട്ട ചെന്നായയും പരിവാരങ്ങളും. ആകാശത്ത് നിറങ്ങൾ അലിഞ്ഞില്ലാതായ മഴവില്ല്. ഇവിടുത്തെ കടലിൽ എപ്പോഴും അഭയാർത്ഥിത്വത്തിൻ്റെ ഉപ്പുകാറ്റ്. ഗാസയിലെ മരണവിലാപത്തിൻ്റെ അനാഥശ്രുതിയുടെ അലയിളക്കം. മണ്ണിന് ചോരമണം. ഇളകി വീഴാറായ പല്ലുപോലെ സ്വാതന്ത്ര്യം എന്ന വാക്ക്. ഈ താഴ്വരയിൽ പഴുത്തു കിടക്കുന്നു രക്തമുറഞ്ഞപ്പോൾ തുടുത്ത ആപ്പിളുകൾ. ഈ താഴ്വരയിൽ പഴുത്തു കിടക്കുന്നു രക്തമുറഞ്ഞപ്പോൾ തുടുത്ത ആപ്പിളുകൾ. കടിച്ചു നോക്കിയാൽ അറിയാം ഭയമതിൻ രുചി. കടിച്ചു നോക്കിയാൽ അറിയാം ഭയമതിൻ രുചി. നന്ദി. അനഘ എ. കവിതയുടെ പേര് കോളിംഗ് ബെൽ. 1 ജൂൺ 17. അടുക്കള വരാന്ത. അഴയിൽ മഴത്തൊങ്ങലുള്ള ഉടുപ്പുകൾ, വിരിപ്പുകൾ. തൊടിയിൽ നിന്ന് നനഞ്ഞ പഴുക്കടയ്ക്കകളുടെ മണം. സീതത്താലികൾ ഞാത്തി ഇരുവശവും നിരയിൽ നിൽക്കുന്ന പ്രേമപ്പഴക്കമുള്ള ആകാശ കവുങ്ങുകൾക്കിടയിലൂടെ അവൾ വരും. 2 അവളെ ഓർത്തപ്പോൾ പുഴുങ്ങാനിട്ട ചേമ്പ് അതിൻ്റെ വെന്ത മണം അറിയിക്കുകയും, അവളെ ഓർത്തപ്പോൾ പുഴുങ്ങാനിട്ട ചേമ്പ് അതിൻ്റെ വെന്ത മണം അറിയിക്കുകയും, പാതി ഉണങ്ങിയ വിരിപ്പുകളിൽ മഴ പൊടിയുകയും ചെയ്തു. 3 നീണ്ട
12 വർഷങ്ങളുടെ അത്രയും മഴക്കാലങ്ങളുടെ തണുപ്പ് ഇറയിലൂടെ അരിച്ചു വന്നു. നഗരത്തിൽ നൂൺ ഷോ കഴിഞ്ഞ് മഞ്ഞ നിറമുള്ള ഓട്ടോയിൽ പഴയ വീട് വെച്ചു പിടിക്കുന്നു 2 പേർ. നഗരത്തിൽ നൂൺ ഷോ കഴിഞ്ഞ് മഞ്ഞ നിറമുള്ള ഓട്ടോയിൽ പഴയ വീട് വെച്ചു പിടിക്കുന്നു 2 പേർ. ഇരുട്ട് തിങ്ങി അതിൻ്റെ വൈപ്പറുകൾ 1, 2 എന്ന് മഴത്തുള്ളികളെ മായ്ച്ചു കളയുന്നു. ഇരുട്ട് തിങ്ങി അതിൻ്റെ വൈപ്പറുകൾ 1, 2 എന്ന് മഴത്തുള്ളികളെ മായ്ച്ചു കളയുന്നു. 4. അകലെ നിന്ന് എൻഫീൽഡിൻ സ്വരം കേൾക്കുന്നു. അകലെ നിന്ന് എൻഫീൽഡിൻ സ്വരം കേൾക്കുന്നു. അവളാകാം. 5. വരാന്തയിൽ തന്നെ ഇരുന്നു. ഒറ്റക്കാലിൽ നിൽക്കുന്ന കൊറ്റിയുടെ പ്രതലമുള്ള കോളിംഗ് ബെല്ലിൽ അവൾ വിരലമർത്തുമ്പോൾ, ഒറ്റക്കാലിൽ നിൽക്കുന്ന കൊറ്റിയുടെ പ്രതലമുള്ള കോളിംഗ് ബെല്ലിൽ അവൾ വിരലമർത്തുമ്പോൾ തീർന്നു പോകും എൻ്റെ കാത്തിരിപ്പ്. അതിൻ്റെ നീണ്ട മുഴക്കമായി ഇനി 1, 2 നിമിഷങ്ങൾ. അതിൻ്റെ നീണ്ട മുഴക്കമായി ഇനി 1, 2 നിമിഷങ്ങൾ. സൂര്യക്ക് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, കല കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണെന്ന് പറയും. ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ, ആ പ്രശ്നത്തെ അന്നത്തെ മനുഷ്യൻ പ്രതിരോധിച്ചതിൻ്റെ ഒക്കെ അടയാളപ്പെടുത്തലായിട്ട് കലയെ സൂചിപ്പിക്കാറുണ്ട്. ആ കലകളിലെ ഏറ്റവും മൂർച്ചയുള്ള ഒന്നാണ് കവിത എന്ന ഉറപ്പോടുകൂടി മണിപ്പൂരിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കവിതയുടെ പേര് ചാവേറ്. ആക്രോശം ഇങ്ങെത്താത്തതല്ല, യജമാനൻ ഉരിയാടാത്തതാണ്. അവൻ്റെ കിരീടം ചെങ്കോൽ സുൽത്താൻ്റെ മണ്ണിൽ നാട്ടുന്ന വേളയിൽ ഞാൻ കണ്ണില്ലെന്ന് നാക്കില്ലെന്ന് നടിക്കുന്ന ഒരുവൻ്റെ സാരഥി. വഴി തിരിച്ചു വിടട്ടെ എന്ന് ചിലത്താൻ നാക്കില്ല, ഞാൻ ഹിന്ദുവല്ല. പക്ഷേ കുഞ്ഞിന് വാങ്ങിച്ചു വച്ച ഉടുതുണി വഴിയിൽ വയ്ക്കുന്നുണ്ട് ഞാൻ. എടുത്തുകൊള്ളുക. നാണം തോന്നേണ്ടത് നിങ്ങൾക്കാണ്. പച്ച ഇറച്ചി മാത്രമെന്ന് ധരിച്ച് ആട്ടിത്തെളിച്ച് അപമാനിച്ചു നടത്തിയ പെണ്ണെന്തിന് നാണിക്കണം? വീണ്ടും ഭയക്കേണ്ടത് നിങ്ങളാണ്. മതിലിൽ കയറ്റിവെച്ച കുക്കി കണ്ണുകൾ ഉറ്റുനോക്കുമ്പോൾ കണ്ടാൽ വെടിവെക്കേണ്ടത് കണ്ടില്ലെന്ന് നടിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിലേക്കാണ്. വിച്ഛേദിക്കേണ്ടത് ഇംഫാലിലെ വിനിമയ ശൃംഖലകളല്ല, രക്തമില്ലാത്ത ചില നാക്കുകളാണ്. ചത്തവരേറെ, ചാവാൻ ഉറ്റുനോക്കുന്നത് അതിലേറെ. ഇനിയും ഇതിൽ അസാധാരണമായി ഒന്നുമില്ലെങ്കിൽ മാനവികത ചത്തുപോയതാണെന്ന് ധരിക്കണം. ഗോത്രം വിഭജിച്ച് നീതി കാണലല്ല, കുടിപ്പക കണ്ട് കൈയടിക്കലല്ല, കുന്നെരിയുന്നത് താഴ്വരയും താഴ്വാരം കത്തുന്നത് കുന്നും കണ്ടു നിൽക്കലല്ല, വംശീയ വൈരത്തിന് വർഗീയമാനം കൽപ്പിക്കൽ കാലുഷ്യത്തിന് ചൂട്ടുപിടിക്കലാണ്. മണിപ്പൂരെ, സ്വത്ത് നഷ്ടഭയം നിങ്ങളുടേത് മാത്രമല്ല, ആർഷഭാരത സംസ്കാരത്തിൻ്റേതല്ലെങ്കിലും ഭാരതത്തിൻ്റേതാണ്. ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. മുറിവും മരുന്നും മനുഷ്യരല്ലേ. വർഗീയതയുടെ ശാഖോപശാഖകൾ കൊണ്ട് വേലി തീർക്കുമ്പോൾ കണ്ണു തുറന്ന് പല്ലുകടിച്ചു നിൽക്കുന്നുണ്ട് ചില പച്ചമരങ്ങൾ. അന്ത്യത്തിൽ നാഥൻ കനിഞ്ഞുവല്ലോ, ഇനി രക്ഷയെന്ന് കരുതരുത്. ചാവേറ് തുടരുകയല്ലേ. ഒത്തുപോകുന്ന മാനവരെന്ന ചിന്തയിൽ മുന്തിയ ചോര കെട്ട ചോര എന്നൊന്നില്ലല്ലോ. നന്ദി. ജിഷ്ണ പി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജിഷ്ണ. എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇത്തരത്തിൽ വലിയൊരു കവിയോ എഴുത്തുകാരിയോ ഒന്നുമല്ല. കോളേജിന് വേണ്ടി ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ, അതായത് കവിതാരചന മത്സരത്തിൽ പങ്കെടുത്ത് ഒരു സമ്മാനം കിട്ടി എന്നുള്ള ലേബലിലാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല കവിതകളും ആശയങ്ങളും ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ വായിച്ചു കഴിഞ്ഞു. അപ്പം കവിതയുമായി ബന്ധപ്പെട്ട് എൻ്റെ ചില ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അല്ലാതെ വലിയൊരു കവിത, അന്ന് എഴുതിയ കവിതയിലെ ചില വരികൾ ഓർക്കാമെന്നല്ലാതെ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ പോലും ഇല്ല. ഒരു കഥയെക്കുറിച്ചോ കഥാകാരന്മാരെക്കുറിച്ചോ പറയാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ. പക്ഷേ കവിതയെക്കുറിച്ച് എനിക്ക് അധികം അറിവൊന്നുമില്ല.
പക്ഷേ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ചില അറിയപ്പെടാതെ പോയ എഴുത്തുകാരുണ്ട്. ചില ചെറിയ ചെറിയ നുറുങ്ങുവാക്കുകൾ കൊണ്ട് വലിയൊരു ആശയം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ചില എഴുത്തുകാരുണ്ട്. അത്തരത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ ചെറിയ ചേച്ചിമാരൊക്കെ അവരുടെ വരികളാൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു വരിയാണ്: ചിറകുകൾ തളർന്നാലും ആകാശത്തേക്കാൾ കുറഞ്ഞതൊന്നും സ്വപ്നം കാണാത്തവരാണ് പക്ഷികൾ എന്ന് പറയുന്ന ഒരു വരികൾ. അത് രാധിക മാധവം എന്ന് പറയുന്ന ഒരു ചേച്ചി, ഒരു രാധികേച്ചി എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള വരികളൊക്കെ കണ്ടാണ് എനിക്കും എന്തെങ്കിലും എഴുതാം എന്ന് ഞാൻ കരുതി ഇത്തരത്തിൽ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ കോളേജിലേക്ക് വന്നപ്പോൾ ചെറിയ 2 അക്ഷരങ്ങൾ പോലും, കുറുക്കിക്കൊള്ളുന്ന ചെറിയ 2 അക്ഷരങ്ങൾ പോലും കവിതയാണെന്ന് പഠിപ്പിച്ച ഒരു കോളേജിലാണ് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത്. അതിവിടെ ഗവൺമെൻറ് ആർട്സ് കോളേജ് തൈക്കാടാണ് പഠിച്ചത്. അപ്പം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇടയിലായി ചുമരുകളിലും നമ്മുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ചില വാക്യങ്ങളോ ഒക്കെ സ്വന്തമായിട്ട് എഴുതി 4 ആൾക്കാരത് വായിച്ച് നമ്മുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അത്തരത്തിലൊരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പോയി ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും ആ കേരള സർവകലാശാല യൂണിയൻ നടത്തുന്ന ആ യുവജനോത്സവത്തിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തതാണ്. അപ്പോൾ അന്ന് തന്നിരുന്ന വിഷയം എന്ന് പറയുന്നത് ഭൂപടത്തിൽ ഇല്ലാത്ത ഇടങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ അന്ന് അതിലേക്ക് ഞാൻ എഴുതിയതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഒരു ഭൂപടത്തെയും ഒരു ഭൂഗോളത്തെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ അന്ന് ആ കവിത എഴുതിയത്. അതായത് അന്നക്കുട്ടി എന്ന് പറയുന്നൊരു കുട്ടി അവളുടെ കുഞ്ഞപ്പൻ്റെ റൂമിലേക്ക് കടന്നു കയറുന്നതും ആ കുഞ്ഞപ്പനൊരു നികൃഷ്ടനായ മനുഷ്യനായിരുന്നു. അവളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആ മനുഷ്യൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അയാളൊരു സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ആളാണെങ്കിൽ കൂടി അയാളുടെ മുറിയിൽ കാണുന്ന ഒരു ഭൂപടത്തെയും ഒരു ഭൂഗോളത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു കവിതയായിട്ടാണ് ഞാൻ അന്ന് ആ കവിത അവിടെ എഴുതിയത്. അതിൻ്റെ അവസാനം അവളുടെ അച്ഛൻ മരിച്ചതും അത്തരത്തിൽ അവൾക്ക് സംഭവിച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അടയാളപ്പെടുത്താനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ഒരു രേഖയായി ആ ഭൂപടം മാറി. അപ്പോൾ ഇനി വരുന്ന കാലത്ത് ഞാനൊരു ഭൂപടം വരയ്ക്കുമെന്നും ആ ഭൂപടത്തിൽ എല്ലാ സ്ഥലങ്ങളും എൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ അടയാളപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ കവിത ഞാൻ അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടോ അത് നല്ലൊരു മികച്ച അഭിപ്രായം നേടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിലൊരു വലിയ പരിപാടിയിൽ ആ കവിതയുടെ ഭാഗമായി പങ്കെടുക്കാൻ പറ്റിയതും വളരെ സന്തോഷമായി കരുതുന്നു. നന്ദി. മദീന PS. വേദിയിലിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ടവർക്ക് ആദ്യം തന്നെ കൂപ്പുകൈ. നമുക്ക് ചുറ്റിലും ഇന്ന് നിലവിളി ഒച്ചകൾ ഒട്ടും കുറവല്ല. പലായനപ്പുഴകൾ മുറിച്ചു കടന്നവരുടെ ചരിത്രങ്ങൾ ഇന്നും ബാക്കിയായി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധക്കെടുതിയിലേക്ക് ഒരു ചെറിയ കവിത. സ്പന്ദനങ്ങൾക്കതീതം ഹൃദയധമനികൾ വിറങ്ങലിക്കുന്നു. ഭയചകിലതയുടെ ബീജങ്ങൾ അടിവയറിനെ കൊത്തിവലിക്കുന്നു. അസഹിഷ്ണുതയുടെ കരാളനിണം തലച്ചോറിൽ നിന്നും ഉരുകിയൊലിക്കുന്നു. വെടിയൊച്ചകൾ പെറുക്കി ശവങ്ങൾ തോളിലേന്തി കുന്നുകയറുന്നുണ്ട് യുദ്ധം. നിലവിളിത്തോണികളിൽ മുറിവുകൾ പലായനപ്പുഴ മുറിച്ചു കടക്കുന്നു. ആരോ വലിച്ചെറിഞ്ഞൊരു തോക്ക് മണ്ണിൽ അമർന്നു കിടന്നു. പാലിനു കരഞ്ഞ പൈതലിൻ്റെ ഇളം നെഞ്ചിലേക്ക് പാഞ്ഞു കയറിയതിൻ്റെ ദുഃഖഭാരത്താൽ മുഖമാഴ്ത്തി കരയുകയായിരുന്നു അത്. ജീവനില്ലാത്ത മണ്ണിൽ മഴ വിരളിനാൽ ഒരു ചിത്രം വരച്ചു. ആകാശമൊരു വിത്തെറിഞ്ഞു. തോക്കിനുള്ളിൽ കടന്നിരുന്ന് വിത്ത് വാതിലടച്ചു. അടിവയറൊന്നു തൊട്ടപ്പോൾ അകത്ത് ജീവൻ്റെ തുടിപ്പ്. നക്ഷത്രങ്ങളിലേക്ക് നോക്കി കിടന്നു തോക്ക്. ഇലക്കണ്ണുകളെ തുറന്ന് നൃത്തം ചെയ്യാം എന്ന മോഹത്താൽ ചില്ലകൾ പൂത്തുലഞ്ഞു. ആദ്യം പച്ച, പിന്നെ ചുവപ്പ്. മണ്ണിലേക്ക് ചേർത്ത് വേരിനെ ഗാഠമായി പുണർന്നു. എൻ്റെ രാജ്യത്തെ കിളിയും ശത്രു രാജ്യത്തെ കിളിയും പറന്നു വന്നു. ചില്ലകളിൽ കൂടൊരുക്കി കൊക്കുരുമി. അതിവേഗം തോക്കൊരു വാക്കായി പരിണമിച്ചു. അതാ കറുത്ത മണ്ണിൽ വകഭേദമില്ലാത്ത അനേകായിരം ചുവന്ന പൂക്കൾ, ചുവന്ന പൂക്കൾ. ഈ കലാലയ കവി അരങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സബ് എഡിറ്റർ ശ്രീരാജ് KV യെ ക്ഷണിക്കുന്നു.
നമ്മളുടെ സമയപരിമിതിയെക്കുറിച്ച് അധ്യക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിലുണ്ട്. ഈ കലാലയ കവിതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ ഇവിടെ കവിതയിലൊരു പ്രമേയമായി വന്നതുകൊണ്ട് ഈ അതോട് നമ്മുടെ സോമൻ സാറ് കലാലയ കവിതകളുടെ അല്ലെ കവിതകളുടെ പ്രമേയത്തിലും അത് വിശകലനം ചെയ്യുന്നതിലൊക്കെയുള്ള മാറ്റത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കലാലയ കവിത ഞാൻ ഈ പൗരത്വ ഭേദഗതി സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കവിതയെക്കുറിച്ച് ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. ആ കവിത ഒരു ചിത്രമായാണ് നമ്മുടെ ഇടയിലേക്കൊക്കെ വന്നത്. അതായത് അതിലെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ വരുന്ന പട്ടാളക്കാർക്ക് നേരെ പനിനീർ പുഷ്പം നീട്ടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമായി നമ്മളെല്ലാവരും ഒരു ക്യാമ്പസ് കവിത കണ്ടതാണ്. അത്തരം എന്താ പറയുക വ്യവസ്ഥിതികളോടുള്ള കലഹവും അതൊക്കെ ആകട്ടെ ഇനിയും വരുന്ന കലാലയ കവിതകളിലെ പ്രമേയം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇത്രയും വലിയ ഒരു കവിയരങ്ങിൽ നമ്മുടെ ഈ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്ത കുരിപ്പുഴ ശ്രീമാഷിന് കേരള സർക്കാരിന് വേണ്ടിയും കേരളീയം പരിപാടിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിന് അധ്യക്ഷം വഹിച്ചത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സത്യമാഷാണ്. മാഷിന് സർക്കാരിൻ്റെ പേരിലും കേരളീയം പരിപാടി പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജിനേഷ് കുമാർ സാറാണ്. സാറിനും ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ് വിവരങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ കവികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഈ കവിയരങ്ങിനെ ഇത്ര മനോഹരമാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ കവിയരങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.